അതാണ് ഗൈസ് നോക്കൂ, ഇന്ന് കുറേ സന്തോഷമുള്ള ദിവസമാണ്. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോ പറയായിരുന്നു ഞങ്ങളുടെ അടുത്തൊരു കൊച്ചു സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോവാണ്. ഗൈസ് ഞങ്ങളൊരു വണ്ടി എടുത്തു എന്നൊക്കെ ഞങ്ങൾ പറയായിരുന്നു. ഗൈസ് നോക്കൂ, അത് ഞങ്ങൾ എടുത്തിട്ട് ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് മേലായി. പക്ഷേ അതിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അങ്ങനെ ഡൽഹിയിൽ നിന്ന് എറണാകുളം വന്ന് എറണാകുളത്ത് നിന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇന്നാണ് എനിക്ക് ഡെലിവറി കിട്ടിയത്. ഗൈസ് നോക്കൂ, നമ്മുടെ വീടിൻ്റെ തൊട്ട് മുറ്റത്തുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ അത് എടുക്കാൻ പറ്റി. എൻ്റെ ലിവിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ആ വാഹനം. ഗൈസ് നോക്കൂ, വീണ്ടും പറയാണ്, ഒരു മുന്നറിയിപ്പ് എന്നുള്ള രീതിയിൽ ഗൈസ് അത്യാവശ്യം വലിയ പൈസ ഒന്നും കൊടുത്തല്ല, ചെറിയൊരു പൈസ കൊടുത്താണ് ഞങ്ങൾ ആ വണ്ടി മേടിച്ച്. ഞങ്ങളുടെ സ്വപ്നമായിരുന്നു അല്ലേ? ഗൈസ് നോക്കൂ, അപ്പോൾ അത് ഞങ്ങൾ യാഥാർത്ഥ്യമാക്കി. ഞങ്ങൾ ടാറ്റ സഫാരി മേടിച്ച കാലം പോലെ ഞാനും ലിവിനും നെയ്ത സ്വപ്നമാണ് ആ സ്വപ്നം. അപ്പോൾ അത് യാഥാർത്ഥ്യമാക്കി. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സ്വപ്നങ്ങളെ ഞങ്ങൾ പറയാറുള്ളൂ, അതേ ഞങ്ങൾ ശ്രമിക്കാറുള്ളൂ. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമുക്ക് കൈ താഴെ താഴെ പോയത്, കൈ നിൽക്കണം. ഗൈസ് ഇതങ്ങോട്ട് വിട്ട് കൈ നിന്നോട്ടെ. ഗൈസ് നോക്കൂ, ലിബിയുടെ എല്ലാ ദിവസവും പിന്നെ എന്നാ പറയുക, അതായത് സ്റ്റിച്ചൊക്കെ റെഡിയാക്കി എല്ലാ ദിവസവും നമ്മൾ ഡ്രസ്സിംഗ് ഒക്കെ ചെയ്ത് ലെവലാക്കി. അതായത് ഒരു ദിവസത്തെ ലാസ്റ്റ് പറഞ്ഞ ഡോക്ടർ പറഞ്ഞതിന് സൂര്യനെ കാണിക്കണമെന്ന് പറഞ്ഞു. 500 രൂപയുടെ തുർക്കിയുടെ ബനിയനാണ്. ഗൈസ് നോക്കൂ, അതായത് ആദ്യം വണ്ടി കാണിക്കുന്നതിന് മുമ്പേ ഞാൻ 3 പേരെ പരിചയപ്പെടുത്താം. അതിനുശേഷം വണ്ടി കാണിക്കണോ അതോ ആദ്യം ആൾക്കാരെ പരിചയപ്പെടുത്താൻ വണ്ടി കാണിക്കണം? ഗൈസ് നോക്കൂ, ചേട്ടന്മാരെ ഇവിടെ വരൂ. ഗൈസ് നോക്കൂ, ഇവിടെ നിന്നോ, അല്ലെ വണ്ടി കാണും കേട്ടോ. ഗൈസ് നോക്കൂ, അതായത് എനിക്ക് തോന്നുന്ന എൻ്റെ ഒരു ഊഹം ശരിയാണ്, ഏതാണ്ട് 2 വർഷത്തെ പരിചയമാണ്. ഞങ്ങൾ സുധീർക്കയുടെ വർക്ക്ഷോപ്പിൽ പോകുന്ന കാലം പോലുള്ള പരിചയമാണ്. അപ്പൊ അന്ന് മുതലൊക്കെ ഞങ്ങൾ സംസാരിക്കായിരുന്നു. നമ്മുടെ വേറെ കാര്യമുണ്ട്, നമ്മുടെ വീഡിയോ കണ്ടവർക്ക് അറിയായിരുന്നു, നമ്മുടെ ട്രാവലറിന്റെ ഒക്കെ സെൻസർ കുത്തിയിട്ട് മറ്റേ ചൈനയിൽ പോകുന്നതിന് മുമ്പേ അതിന്റെ ഒക്കെ സെറ്റപ്പ് ചെയ്ത ചേട്ടന്മാരിൽ ഒരാൾ. ഗൈസ് നോക്കൂ, ചേട്ടായാണ് എനിക്ക് വണ്ടി എടുത്തു തന്നത്. ചേട്ടയുടെ പേര് നിഹാസ് എന്നാണ്, ചങ്ങനാശ്ശേരിക്കാരനാണ്. കുറേ വർഷമായി പിന്നെ ഡൽഹി വണ്ടി പരിപാടികളൊക്കെ ചെയ്യുന്നു. അതേപോലെ ചേട്ടൻ്റെ കൂട്ടുകാരനാണ്, പേര് എൻ്റെ സബ്സ്ക്രൈബറാണ്, എൻ്റെ ആദ്യ വീഡിയോ മുതൽ കാണുന്ന മനുഷ്യനാണ്. പുള്ളി മനു എന്നാണ് പേര്, തിരുവല്ലയാണ് വീട്. യെസ് ഗൈസ് നോക്കൂ, പേര് ഹബീബ് എന്നാണ്. ചേട്ടനാണ് ഈ വണ്ടിയുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പം പുള്ളി ഇവിടെ എറണാകുളത്ത് ഒരു പുതിയ വർക്ക്ഷോപ്പ് സംഭവം, പ്രീമിയം കാറിൻ്റെ വർക്ക്ഷോപ്പാട്ടോ. അപ്പോൾ അതുപോലെ സംഭവമാണ്. ചേട്ടൻ്റെ ഭാര്യ വീട് കണ്ണൂരാണ് അല്ലേ? ഗൈസ് നോക്കൂ, പുള്ളി പിന്നെ എറണാകുളം തന്നെയല്ലേ? എറണാകുളം അല്ലേ? ചേട്ടനാണ് ഞങ്ങൾ ഒരു ഇതിൻ്റെ രക്ഷപ്പെടുത്തിയത്. ഈ വണ്ടിയുടെ നമ്മൾ അവിടെ എടുക്കുന്ന ക്ലച്ച് പോയെന്നാണ് നമ്മൾ വിചാരിച്ചത്. ചേട്ടനും പറഞ്ഞു അതായത് നിങ്ങൾ പൈസ മുന്നിൽ കാണണം, 20,000 രൂപ കാണുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ പറഞ്ഞു, നമുക്ക് വാക്ക് പറഞ്ഞിട്ടാണ് കുഴപ്പമില്ല, നമുക്ക് നാട്ടിൽ വന്നിട്ട് മാറ്റാന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ നോക്കി ചേട്ടൻ നോക്കി, നിങ്ങൾ മറ്റേ അസംബ്ലി നിൽക്കൊന്നുമല്ല, കയ്യൊന്നും കെട്ടി നിൽക്കണ്ട. ഗൈസ് നോക്കി, നമ്മള് 2000-3000 രൂപയില് നമ്മളൊരു 20,000 രൂപയുടെ പരിപാടി തീർന്നു. അത് മര്യാദയ്ക്ക് ചെക്ക് ചെയ്തപ്പോൾ ആ സംബന്ധിച്ചു നമുക്ക് വലിയ നഷ്ടവും സംഭവിക്കാതെ കിടിലൻ വണ്ടിയാണ് കിട്ടിയത്. ഗൈസ് നോക്കൂ, നിങ്ങൾ സ്പെഷ്യൽ എക്സ്പ്ലോർ എഡിഷൻ. ഗൈസ് നോക്കൂ, എക്സ്പ്ലോർ എഡിഷൻ അങ്ങനെ പറയാം. ഗൈസ് നോക്കൂ, വണ്ടി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാറ്റയുടെ വാഹനമാണ്. ടാറ്റയുടെ ടാറ്റ സഫാരി സ്ട്രോം. ഇതാണ് നമ്മൾ മേടിച്ച വണ്ടി. 2013-14 രജിസ്ട്രേഷൻ സഫാരി സ്ട്രോം എക്സ്പ്ലോർ എഡിഷൻ ആയിരുന്നു. അതായത് ഇതാണ് അതിന് കറക്റ്റ് പറയുകയാണ്, എക്സ്പ്ലോർ എഡിഷൻ. യാദൃശ്യമായിട്ടാണ് ഈ സംഭവം കിട്ടുന്നത്. ഞങ്ങൾ സഫാരി സ്ട്രോമാണ് എടുത്തത്. ഞങ്ങൾക്ക് എടുത്ത ചേട്ടൻ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത് എക്സ്പ്ലോർ എഡിഷൻ ആണ്. ഗൈസ് നോക്ക്, പിന്നെ കിട്ടിയത് കൊണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറ്റയുടെ വളരെ റെയർ ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു വാഹനമാണ്. ഇതിൻ്റെ പേര് ടാറ്റ സഫാരി സ്ട്രോം എക്സ്പ്ലോർ എഡിഷൻ ആണ്. ഗൈസ് നോക്കൂ, ഇത് നമ്മൾ ഡൽഹിയിൽ നിന്നാണ് എടുത്തത്. ചേട്ടനോട് പറയാം, നമ്മൾ എത്ര വണ്ടി നോക്കിയാട്ടെ? മൊത്തം ഒരു 5 വണ്ടിയോളം നോക്കി. 5 വണ്ടി നോക്കി. അതിൽ ഇതൊരു സ്കൂളിലെ വണ്ടിയായിരുന്നു അല്ലേ? ഇതൊരു സ്കൂളിലെ വണ്ടിയായിരുന്നു. കിലോമീറ്റർ അതെ, 80,000 ജെനുവിൻ കിലോമീറ്റർ. സെൻസർ വെച്ചല്ലേ ചെക്ക് ചെയ്തേ? സെൻസർ നല്ല പറയുന്നത് എന്റെ മെഷീൻ എന്നു പറയുന്നത് സ്കാനർ. സ്കാനർ കൊണ്ടാണ് ഇവർ ഈ വണ്ടി ചെക്ക് ചെയ്ത്. അപ്പൊ എല്ലാ കാര്യവും നോക്കിയാണ് ഈ വാഹനം എടുത്തത്. ഇത് VX മോഡൽ അല്ലേ ഗൈസ്? ഇതിന്റെ ബേക്കിൽ നിന്ന് തൊട്ട് പറയുകയാണെങ്കിൽ ഈ വാഹനം ഇത് കണ്ടോ? ഇതിന്റെ വില ഞാൻ ഇതുവരെ പറഞ്ഞില്ല, പറയാം. സഫാരി സ്ട്രോം VX ആണ് വണ്ടി ഗൈസ്. ഈ ഒരു കാര്യം കൂടി ഉണ്ട്, ഇവര് പോയിട്ട് അന്നപ്പം പാടുപെട്ട് സെൻസർ കുത്തി എല്ലാ സാധനം കുത്തി നോക്കിയിട്ടാണ് ഈ വണ്ടി എടുത്തത്. അത് മാത്രമല്ല പിന്നെ ഉണ്ട് വേറൊരു കാര്യമുണ്ട്. എത്ര ദിവസം നമുക്ക് NOC റെഡിയായി?
എടുത്തതിന്റെ 4ാമത്തെ ദിവസം. 4ാമത്തെ ദിവസം നമുക്ക് NOC റെഡി. അതാണ് നമുക്ക് വേണം സ്വന്തമായിട്ട് ഡൽഹി പോയി വണ്ടി എടുക്കാം. പക്ഷെ അങ്ങനെ എടുക്കുമ്പോൾ പ്രശ്നം, നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം NOC കിട്ടാനൊക്കെ പാടായിരിക്കും. എപ്പോഴും അവിടെ കളിച്ച് തെളിഞ്ഞ് RC ബുക്കും എല്ലാ സാധനം മാറ്റം. അതായത് അവിടെ കളിച്ച് തെളിഞ്ഞ ആളെയും കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബുദ്ധി. അല്ലാതെ അബദ്ധത്തിൽ ചാടരുത്, ലാസ്റ്റ് പെട്ടുപോകും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വണ്ടി എത്രയ്ക്ക് എടുത്താൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഗസ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ എത്രയാപ്പാ? ഗൈസ് നോക്കൂ, ഈ വാഹനം എടുത്ത് നമ്മൾ 3 ലക്ഷം രൂപയ്ക്കാണ് ഈ കാണുന്ന സഫാരി സ്ട്രോം എക്സ്പ്ലോർ എഡിഷൻ ഈ സാധനം മേടിച്ചിരിക്കുന്നത്. പേപ്പർ എല്ലാം ആയി വരുമ്പോൾ ഏതാണ്ട് ഒരു 3.25 അടുത്ത് വരും. അത് ഓരോരുത്തരുടെ രുചി സംഭവങ്ങൾ അനുസരിച്ചാണ്. നമ്മുടെ വാഹനം നമ്മൾ ചേട്ടനോട് റിക്വയർമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 രീതിയുണ്ട്. ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ഓടിച്ചുകൊണ്ട് വരാം. രണ്ടാമത്തെ രീതി എന്ന് വെച്ചാൽ ട്രക്കിന് ബാംഗ്ലൂർ കൊണ്ടുകൊണ്ട് അങ്ങനെയും കൊണ്ടുവരാം അല്ലേ. ഇവരിപ്പോൾ അടുത്ത 3 വണ്ടി എടുക്കാൻ വേണ്ടി പോകാം കേട്ടോ. അതിലിപ്പം ബാംഗ്ലൂർക്ക് വണ്ടി എടുക്കാൻ വേണ്ടി പോകണം. ഇവർ ഇനിയിപ്പോൾ ഞാൻ വിരാജിപ്പേട്ടെ കൊണ്ടുവിടണം ബാംഗ്ലൂർക്ക് പോകാനുള്ള. ഈ വാഹനം നമ്മളെടുത്ത് 3 ലക്ഷം രൂപയാണ്. പേപ്പർ വർക്കും എല്ലാം കൂടെ കഴിഞ്ഞ് 3.25 രൂപയാണ് ചേട്ടൻ നമുക്ക് എടുത്തത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാഹനം ആവശ്യമുണ്ട് തീർച്ചയായിട്ടും ചേട്ടനെ കോൺടാക്ട് ചെയ്യുക. ഞാനൊരു ഉദാഹരണ വിലയൊക്കെ പറയുകയാണെങ്കിൽ 3 രൂപയ്ക്ക് സഫാരി സ്ട്രോം കിട്ടും, 5 രൂപ അടുത്ത് നമുക്ക് ഫോർച്യൂണർ കിട്ടും. പിന്നെ അതേപോലെ തന്നെ 3.25, 3.5 റേഞ്ചിന് നമുക്ക് പജീറോ, പിന്നെ പ്രീമിയം വാഹനങ്ങളൊക്കെ പോർഷെ ക്വാളിറ്റി പജീറോ കിട്ടാൻ കുറച്ച് പാടായി. ഇപ്പം ഇച്ചിരി പാടാണ്. സ്പോർട്ടൊക്കെ ആകുമ്പോൾ 4.5, 4.25, 5 അങ്ങനെയാണ് അവിടെ കിട്ടുക. പിന്നെ എന്താ പറയുക, വാഹനത്തിന്റെ ക്വാളിറ്റി അനുസരിച്ചാണ് വില. ഗൈസ് നോക്കൂ, ഈ കാണുന്ന വാഹനം 2.80 കിട്ടും, 2.70 കിട്ടും, 3 കിട്ടും, 3.25 കിട്ടും, 4 കിട്ടും, 5 കിട്ടും. വെരിക്കോർ ഒക്കെ ആകുമ്പോൾ ഒരു 4 രൂപ 4.25 മേലെ കൊടുക്കണ്ടേ? വെരിക്കോർ ഏതാ? 400. ഞാനും പുള്ളിക്കാരനുമായിട്ട് ഈ വണ്ടി കച്ചവടത്തിൽ കുറെ സംസാരിച്ചാണ്. പുള്ളിക്കാരൻ അവസാനം തെറി വിളിച്ചില്ലെന്നുള്ളൂ. വേറെ കാര്യമുണ്ട്. ഒരു വണ്ടി ആക്ച്വലി എന്താണെന്നറിയോ, ഓണർഷിപ്പ്, വണ്ടിയുടെ കിലോമീറ്റർ, ക്വാളിറ്റി അതനുസരിച്ചാ വില. ചേട്ടൻ ഇപ്പൊ എത്ര വർഷമായി? ഞാനിപ്പോ ഒരു 8 വർഷമായി. 8 വർഷമായി പരിപാടി ചെയ്യാൻ. തീർക്കട്ടെ. അതായത് ഈ വണ്ടി നമുക്ക് ഇതിലും താത്തയും കിട്ടും, ഇതും കിട്ടും. അതായത് നമ്മൾ ഇവിടെ വന്ന വണ്ടി ഇച്ചിരി നല്ല പൈസ എടുത്തിട്ടുണ്ട്, വണ്ടി പണിയുടെ ആവശ്യമില്ല. അതായത് പക്ക തറ വണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല പണി എടുത്ത് ഊപ്പാട് എളുപ്പം. ചേട്ടനൊക്കെ മെക്കാനിക്കാണ്, ചേട്ടൻ കറക്റ്റ് അറിയാവുന്നതാണ്. പിന്നെ അറിയാലോ, നിലവിൽ ഈ വണ്ടിയിൽ ഇപ്പൊ ഒരു 10,000 രൂപ താഴെ മുടക്കിയിട്ടുള്ളൂ. അതെ, ചെലവ് മെക്കാനിക്കൽ എല്ലാം ചെക്കപ്പ്. പിന്നെ നമ്മളങ്ങ് മാറി നമ്മുടെ ആ ഒരു ക്ലച്ചിന്റെ ഒരു MC മാറിയതും പിന്നെ AC ടോപ്പ് അപ്പ് ചെയ്തതും അങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങളെല്ലാം കൂടെ ചെയ്തു 10 രൂപ താഴെ അത്ര ആയിട്ടുള്ളൂ. കമ്പനി അലോവിലാട്ടോ. സാധാരണ ഞങ്ങൾ ഒരു വണ്ടി എടുത്തിട്ടുണ്ട്, ഏറ്റവും ചെറിയ പൈസക്ക് എടുക്കും, 10,000 പണിയെടുക്കും. അപ്പം നല്ല വണ്ടിയുടെ വിലയാവും അല്ലേ. ഇത് കമ്പനി അലോവില് 75% ടയർ ഉണ്ട് കേട്ടോ. ഇതുകൊണ്ട് 75% ടയർ ഉണ്ട് ഈ വണ്ടിക്ക്. ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സഫാരി സ്ട്രോം നമ്മൾ എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം സേഫ്റ്റി. പിന്നെ ഈ വാഹനത്തിന് എയർ ബാഗ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ ടിൽറ്റബിൾ മിററാണ്, അഡ്ജസ്റ്റ് ചെയ്യാൻ സംഭവങ്ങളാണ്. ചേട്ടൻ ഒന്നും മറ്റേ എഞ്ചിൻ റൂം തുറന്നില്ല കൈസിനി. ഞാൻ ഇതിൻ്റെ മെയിൻ സാധനം ഈ സഫാരി സ്ട്രോം, ഇനി മെക്കാനിക്കൽ ചെയ്യാം. സഫാരി സ്ട്രോം തന്നെ വെരിക്കോറും കിട്ടും, ഡൈക്കോറും കിട്ടും. വെരിക്കോറാണ് ഇച്ചിരി കൂടെ നല്ല വണ്ടി, കുറച്ചും കൂടെ ട്യൂണിംഗ് ഒക്കെ വ്യത്യാസമുണ്ട്. നല്ല വണ്ടി. ഇത് ടോർക്ക് കൂടുതലാണ്, ഇനീഷ്യലി നമുക്ക് കുറച്ച് ടോർക്ക് കൂടുതലാണ്. ചേട്ടാ ഒരു കാര്യം, സഫാരിയെ കുറിച്ച് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? പുള്ളി ടാറ്റാ പ്ലാനില്ല, പുള്ളി സുമയ ഉപയോഗിക്കുന്നത്. നോക്കൂ, നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരുവാണ്. ഞാനിത് ആദ്യം തുറന്ന് കാണിച്ചു തരാട്ടെ. ഈ വാഹനം തുറന്ന് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് തുറക്കട്ടെ. ഗൈസ് നോക്കി, ഇത് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് സംഭവങ്ങൾ മനസ്സിലാവുള്ളൂ. ഇതുണ്ട്, ഈ കാണുന്ന ഇത് എഞ്ചിൻ റൂമാണ്. ഇത് വെരിക്കോർ 140 ആണ്. ഇതിന്റെ ഏറ്റവും ടോപ്പ് വണ്ടി എന്ന് പറഞ്ഞാൽ വെരിക്കോർ 400 ആണ്. അത് ഇച്ചിരി റയർ പീസാണ് അല്ലേ ഗൈസ്, അത് ഇച്ചിരി റയർ പീസാണ്. ഇതാണ് ഇതിന്റെ എഞ്ചിൻ റൂമിലെ മെയിൻ സംഭവം. പിന്നെ എല്ലാ സെൻസറുകളാണ് നമ്മുടെ സഫാരിയൊക്കെ പോലെ ECU, പിന്നെ എന്നാ അതിന് പറയാ അങ്ങനെയുള്ള മറ്റേ എന്നാ പറയാ, ഇതെന്നാ പറയാ, ECM, ഫീസ് ബോക്സ്, അതുപോലെയുള്ള എല്ലാ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെയുള്ള ടോപ്പ് ക്വാളിറ്റി വണ്ടി. ഇത് ഫുള്ള് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ വാഹനം എടുത്തത്. പിന്നെ എന്താ പറയാ, നമുക്കും 4-5 വണ്ടി ഉണ്ടായിരുന്നു ഓപ്ഷനിൽ. ലാസ്റ്റ് നമ്മൾ ഇത് ഫിക്സ് ചെയ്തു. ഇതിനൊരു മെയിൻ കാരണം ഇത് സ്കൂളിലെ വണ്ടിയായിരുന്നു. ഇനി ഇതിപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 2-3 കാര്യം കൂടെ പറയാം. ഈ കാണുന്ന സ്റ്റിക്കർ നിങ്ങൾ വിചാരിക്കും ഇത് ഞങ്ങൾ ഒട്ടിച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ മുമ്പത്തെ ആൾക്കാർ ഒട്ടിച്ചോ ആണെന്ന്. അല്ല, ഈ കാണുന്ന വണ്ടി എക്സ്പ്ലോർ എഡിഷനിൽ ഈ കാണുന്ന സ്റ്റിക്കർ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ എവിടെ വേറെ സ്ഥലത്തും കൂടെ ഉണ്ട്. ഇതുണ്ടോ ഇവിടെയുണ്ട് കോമ്പസിന്റെ ഒരു സംഭവങ്ങൾ. ഇതിന്റെ അകത്ത് യൂസർ മാനുവൽ മുതൽ ടാറ്റയുടെ A to Z എല്ലാ സാധനവും പോലും പൊട്ടിച്ചിട്ടില്ലേ വണ്ടിയുടെ? ഇതിനകത്തൂടെ എന്താ വരുന്നതല്ല, അത് ഹോളാണ്. ഇനി ഫ്രണ്ടിലേക്ക് വരാം. ഗ്ലാസ് റീപ്ലേസ്മെന്റ് പോലും ഇല്ല, ഒറിജിനൽ ആണ്. ഞാൻ ഇവരുടെ അടുത്തുനിന്ന് വണ്ടി എടുക്കാനുള്ള മെയിൻ കാരണം, ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് വണ്ടി എടുത്ത എക്സ്പീരിയൻസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ
പിന്നെ നമ്മളെ എന്നാ പറയാ തലേന്ന് ഒഴിക്കുന്ന പരിപാടിയും കാര്യങ്ങളൊന്നും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല ഇവര് തന്നെ തിരിച്ചെടുക്കും. അതായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം. അതായത് ഇപ്പൊ നമ്മളൊരു വണ്ടി എടുത്തു, നമുക്ക് വിറ്റ് തരണം, ഇവർ തന്നെ വിറ്റ് തരും. ഇപ്പം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണ്ട് പോലെ അറിയാവുന്ന കമ്പനി അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ വാഹനം മേടിച്ചത്. ഒന്നാമത്തെ കാര്യം എനിക്ക് ഡൽഹിയിൽ നിന്ന് വണ്ടി മേടിക്കാൻ പേടിയായിരുന്നു. പക്ഷേ അതിനെ ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ ഡൽഹിയിൽ നിന്ന് വണ്ടി മേടിക്കുമ്പോൾ അത്രയും കോൺടാക്റ്റ് വേണം. അല്ലാതെ വെറുതെ നമ്മൾ എന്നാ പറയുക കയറി ചെന്ന് അവർ പറയുന്ന ചിരി ഇതൊന്നും കണ്ട് വണ്ടി മേടിച്ചേക്കല്ല. NOC കിട്ടാൻ ഭയങ്കര പാടാണ്. NOC കിട്ടില്ല മുമ്പിപ്പോയി. പിന്നെ ഇത് കൊണ്ടുവന്ന കളിപ്പാട്ടാവുള്ളൂ, നാട്ടിൽ ഓടിക്കാൻ പോലും പറ്റില്ല. ഇനിയും പറയാം, ഈ വണ്ടി എന്ന് പറയുമ്പോൾ ഇതിന് പ്രൊജക്ട് ലൈറ്റ് ഇത് തന്നെ പറയുന്നത് ഹലോജന പ്രൊജക്ട് ഹെഡ് ലാമ്പ് പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ ലൈറ്റ്, ഫോഗ് ലൈറ്റ്, പിന്നെ ഇതിൻ്റെ ഗ്രില്ല് സംഭവങ്ങൾ. ഇത് ഡൽഹി രജിസ്ട്രേഷനാണ് ഇപ്പോൾ ഉള്ളത്. ഇതിപ്പം പേപ്പറായി. ഇനിയിപ്പം 3-4 ദിവസത്തിനുള്ളിൽ ഇനി ഇൻസ്പെക്ഷനും കഴിഞ്ഞ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇത് നമ്മൾ കേരള KL78 മാറ്റണം. അപ്പോൾ 11 CB 010 ഇത് 2 വണ്ടി ഓഫർ വന്നതാണ്. പജീറോ സ്പോർട്ടും പിന്നെ ഈ വണ്ടിയും കൂടെ ഓഫർ വന്നത്. ഞങ്ങൾ അത് എടുത്തില്ല, ഞങ്ങൾ ഇതാ എടുത്തത്. പജീറോ സ്പോർട്ടിന് വേറെ കുഴപ്പമുണ്ട്, അതിന് നമുക്ക് ബുക്കും പേപ്പറും ക്ലിയർ ആകാൻ താമസം എടുക്കും. മാത്രമല്ല ടാക്സ് കൂടുതലാണ്. ടാക്സ് കൂടുതലാ, ഇതിന് ടാക്സ് കുറവ്. ഇതിന് കുറവാണ്. ആണോ? അങ്ങനെയല്ലേ? ഏകദേശം 2 ലക്ഷം രൂപ എടുത്ത് വരും. 8, 9, 10 ലക്ഷം കൊടുക്കേണ്ട നല്ല കിടിലൻ ലാൻഡ് ക്രൂസർ. ഞാൻ പജീറ മറ്റേ ഇത് ബുൾഡോഗിന്റെ കേസാ പറഞ്ഞേ. ബുൾഡോഗും ഈ പറഞ്ഞ പോലെ 11 വണ്ടിക്കൊക്കെ ഒരു 1.30, 1.40 ടാക്സ് വരും. എനിക്ക് 9 മതി. 9-10. ഈ സൈഡ് ഇതിലേക്ക് വരാൻ നേരത്ത് ഇവിടെ ഇങ്ങനെ ഇത് പോയി കഴിഞ്ഞാൽ ഒരു കിടിലൻ മസ്കുലർ ലുക്കായിട്ട് ഇതുണ്ട്. ഒരു ഒത്ത വണ്ടി എന്നൊക്കെ നമ്മൾ പറയില്ല, ഒരു ഒത്ത വണ്ടി അല്ലെങ്കിൽ ഒരു മസ്കുലർ വണ്ടി. ഇതിന്റെ കേറി ഇരുന്നിട്ട് ഇത് നമ്മൾ ഇതിന്റെ യാത്രയാണ്. ഫ്രണ്ട് സീറ്റ് ഇരുന്ന കാളക്കുറ്റിന്റെ മേളിൽ ഇരുന്ന പോലെ അല്ലേ? അത്ര സെറ്റപ്പാണ് ഗൈസ്. നോക്കൂ, ഇനി ഇതിന്റെ ഉള്ളിലേക്ക് വരാൻ നേരത്തുണ്ടല്ലോ, ഇത് കണ്ടോ, ഈ കാണുന്നത് ഭയങ്കര കട്ടിയായിട്ട് ഡോറൊക്കെ. ഇത് കണ്ടോ, ഭയങ്കര കട്ടിയുള്ള ഡോറാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് കഴുകി വൃത്തിയായി കൊണ്ടുവന്നാണ്. ആ സാധനം ഞാൻ കിട്ടിയപ്പോൾ തന്നെ ഞാൻ കുറച്ച് ഓടിച്ചു, ആവേശം മൂത്ത് അങ്ങനെ അതിൻ്റെ സാധനങ്ങളൊക്കെ പോയി. ഇത് സീറ്റ് പൊക്കാൻ പറ്റും, പിന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ മറ്റേ ഇതിൻ്റെ അതൊരു മുഴ പോലെ വരും. പിന്നെ അത്യാവശ്യം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ലെതർ സീറ്റാട്ടോ ഈ വണ്ടി. VXI ലെതർ സീറ്റ് വണ്ടിയാണ്. അതാണ് ഈ വണ്ടിയുടെ മെയിൻ പ്രത്യേകത. ഇതിൻ്റെ സീറ്റുകളെല്ലാം ലെതർ ആയിരിക്കും അല്ലേ? ഗൈസ് നോക്കി, ഇനി അടുത്ത കേസ് ഞാൻ പറയാം. ഇതിൻ്റെ ഓരോ ഫങ്ഷനാലിറ്റി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് കമ്പനി വരുന്ന ടാറ്റ വരുന്ന ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റമാണ് ഈ വണ്ടിക്കകത്തുള്ള. പിന്നെ ക്ലോക്ക്, പിന്നെ AC, പവർ, പിന്നെ എക്കോ വേണേൽ എക്കോ, പിന്നെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ഉള്ള സംഭവം, പിന്നെ റിയർ AC, അതൊക്കെ ബാക്കോട്ട് വന്നിട്ട് പറഞ്ഞുതരാം. ഈ വണ്ടിയുടെ ഗൈസ് നോക്കൂ. പിന്നെ സ്റ്റിയറിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു എന്താ പറയാ, ഇപ്പൊ ഒരു പ്രീമിയം ടച്ച് ഉള്ള ആ ഒരു രീതിയിൽ സെറ്റപ്പാണ്. ഇല്ല, ഈ സാധനം പോലും പൊട്ടിച്ചിട്ടില്ല. അതിന്റെ അതൊന്നും പൊട്ടിച്ചിട്ടില്ല. ഇതൊന്നും പൊട്ടിക്കാത്ത നല്ല കിടിലനായിട്ട് ഒരു ലേഡി ഉപയോഗിച്ച വണ്ടിയാണ്. അതായത് ഒരു സ്കൂളിലത്തെ ഒരു ടീച്ചർ ഉപയോഗിച്ച വണ്ടിയാണ്. അതാണ് ഗൈസ്. ഇനി ഞാൻ ഇതാണ് കീ കേട്ടോ, ഇതാണ് കീ. ഇത് സെൻട്രൽ ലോക്കും സംഭവമൊക്കെ കമ്പനി വരുന്നതാണ്. അങ്ങനെയുള്ളൊരു വാഹനമാണ്. ഇതുണ്ടോ, ഇത് ഞാൻ ഇവിടുന്ന് തിരിയിട്ടിട്ട് ഇതുണ്ടോ, ഇത് ഇടുമ്പം തന്നെ സൗണ്ടും കാര്യങ്ങളൊക്കെ വരും. ഒന്ന് ന്യൂട്രാക്കിയേക്കാം. വണ്ടി ഒന്ന് ന്യൂട്രാക്കി. ഗൈസ് നോക്കൂ, അതവിടെ അടഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അതിനാ ഗൈസ് ഇതുണ്ട്. ഇങ്ങനെ കീ തിരിക്കാൻ നേരത്ത് ഇവിടെയുള്ള എല്ലാ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട് എല്ലാം വരും. എയർ ബാഗ്, അതുപോലെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു എയർ ബാഗ് ആണ്. അതില്ല, രണ്ടെണ്ണേ ഉള്ളൂ അല്ലേ? ഇതൊരു എയർ ബാഗ് ആണ്, ഇതൊരു എയർ ബാഗ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടോ, ഈ കാണുന്ന ഇവിടെ വുഡിന്റെ ഒരു ഇതിന് എന്നായിട്ട് പറഞ്ഞത് പിയാനോ അല്ലേ? വുഡൻ ഫിനിഷിന്റെ ഒരു സംഭവം. നല്ല കമ്പനി വരുന്ന കേട്ടോ. ഇതൊരു ടാറ്റയുടെ ക്ലോക്ക്. ഇങ്ങോട്ട് വന്ന് ഇതുണ്ടോ, ഇവിടെ ഒരു ടാറ്റയുടെ ക്ലോക്ക് കാണാം. പിന്നെ അതേപോലെ തന്നെ ഇത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങൾ, AC പവർ സംഭവങ്ങൾ, ബ്ലൂടൂത്തിന്റെ മൈക്ക് മേളില് ബ്ലൂടൂത്തിന്റെ മൈക്ക്. പിന്നെ ഇത് കണ്ടോ, ഇതാണ് ആ ടച്ച് സ്ക്രീൻ. ഇവിടെ ടാറ്റ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങോട്ട് അടുത്ത് വന്നല്ലേ പിന്നെ ഇതുണ്ടോ, ടാറ്റ എന്ന് എഴുതിയ ആ ഒരു ടച്ച് സ്ക്രീനിൻ്റെ അകത്ത് എല്ലാ സംവിധാനങ്ങളും, മ്യൂസിക് അതുപോലെയുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും. അത് മൂഡിലിട്ടാൽ മതി. ഏത് മൂഡാണ് അതിൽ കോളിങ് സംഭവങ്ങൾ എടുക്കാൻ പറ്റും. പിന്നെ ഇത് 6 സ്പീഡ് എന്നല്ല പറയാം കേട്ടോ, 5 എടുക്കുക. 5 സ്പീഡ് വിത്ത് റിവേഴ്സ്. വിത്ത് റിവേഴ്സ് അങ്ങനെയാണ് വരുന്നത്. 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ്. ഇത് പിന്നെ എൻ്റെ പൊല്യൂഷനാണ്. ഇനി ഇതിന് ഇങ്ങോട്ട് വരാൻ നേരത്ത് ഒരു 5 എന്താ പറയുക, ഒരു മൊബൈൽ ചാർജ് ചെയ്യുന്ന സംവിധാനം കാര്യങ്ങളൊക്കെ അത് കുത്താനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇത് ഇതിൻ്റെ 4x4 വരുന്ന മോഡലിന് 4x4 ഇതിൻ്റെ മറ്റേ സ്വിച്ചാണല്ലോ തിരിക്കുന്നത്. ആ സംഭവം ഇതിന് ഹാൻഡ് ബ്രേക്ക്, ഇവിടെ സ്റ്റോറേജ് സംഭവങ്ങൾ. ഇനി ഇതിന്റെ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോറേജ് ഉണ്ട്. ഹൈലൈറ്റ് ആയ ഒരു സാധനം പറഞ്ഞില്ല, എന്നാ പെട്രോൾ ടാങ്കിന്റെ ലിഡ് തുറക്കുന്ന. ഗൈസ് അത് ഇപ്പുറത്തോട്ടും പറയാം. ഗൈസ് നോക്കൂ. പിന്നെ ഇതുണ്ടോ, ഇത് ഇതിന്റെ മറ്റേ ഇതിടുന്നത് ഇവിടെയൊക്കെ ഇതിന്റെ വോളിയം കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ മോഡ് അങ്ങനെയുള്ള എന്തോ സാധനങ്ങളൊക്കെ ഇത് ഇവിടെയൊക്കെ അതിന്റെ സംഭവങ്ങളൊക്കെ വരും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇത് റിവേഴ്സ് വരുമ്പോൾ നിങ്ങൾ നോക്കിയേ,
ഇതിന്റെ അകത്തോട്ട് നോക്കിയേ, കാണാൻ പറ്റുന്നുണ്ടോ? ആ ഗൈസ് നോക്കൂ, ഇതിന്റെ അകത്തോട്ട് നോക്കാൻ നേരത്ത് ഇതിന്റെ അകത്തൊരു ഡിസ്പ്ലേ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ഈ കാണുന്ന ഒരു ഡിസ്പ്ലേ ആണ്. ഇത് കമ്പനി കൊടുക്കുന്നതാണ്. സ്റ്റോക്ക് കണ്ടീഷനിൽ ഈ സാധനം, അതായത് ഇതിന്റെ റിവേഴ്സിംഗിന്റെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ വേറെ പ്രത്യേകത ഉണ്ട്, ഇതിന്റെ AC ഫ്രണ്ടിലും ഉണ്ട് ബാക്കിലും ഉണ്ട്, റിയറും ഉണ്ട് ഫ്രണ്ടും ഉണ്ട്. ഗൈസ് നോക്കൂ, അങ്ങനെയാണ് സംഭവം. ഞാൻ വണ്ടി ഓഫ് ആക്കട്ടെ കേട്ടോ. ഇനിയിപ്പം വണ്ടി ഓഫാക്കി, ഗൈസ് നോക്കൂ, വണ്ടി ഓഫാക്കി കീ എടുത്തു, അത് ഡോറ് തുറന്നെന്നുള്ളതാണ് ആ സിഗ്നൽ. ഇനി ഇതിന്റെ ഇങ്ങോട്ട് വരാൻ നേരത്തെ 5 സ്പീക്കറും സംവിധാനം ഒക്കെ ഉണ്ട്. ലിബിനെ ഇപ്പുറത്തോട്ട് വന്നാടാ ലിബിയ. ഈ ഒരു വശത്തോട്ട് വരാൻ നേരത്തെ ലിബിക്ക് വരാൻ പറ്റില്ല, ഞാനൊരു ആവശ്യത്തിന് പറഞ്ഞാണ്, ഞാൻ തന്നെ ക്യാമറ പിടിച്ചു. ഇതുണ്ടോ, ഇത് ഇവിടെയാണ്. അതന്നെ ഏട്ടെ ഡോർ അടയാത്ത. ചാവി ഊരി ഞാൻ കൈ പിടിച്ചു. ഈ ഡോറൊന്ന് അടച്ചു തുറക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര അലമ്പുണ്ടാവും. ഇതുണ്ടോ, കഴിഞ്ഞു ഗൈസ്. ആണോ ഗൈസ്, ഡോറ് തുറന്നിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ അലമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ഇതാണ് ഇതിൻ്റെ ലൈറ്റ് ഇടുന്നത്, പിന്നെ ഇതിൻ്റെ ലൈറ്റ് അഡ്ജസ്റ്റ് സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ ഇങ്ങോട്ട് വരാൻ നേരത്ത് ഇവിടെയാണ് ഇതിൻ്റെ ഫ്യൂൽ ലിഡിൻ്റെ സാധനം. ഇത് പിന്നെ ഡോറിൻ്റെ അതുപോലെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. ഇവിടെ പവർ വിൻഡോ അല്ലല്ലോ, മിറർ അഡ്ജസ്റ്റ്, പിന്നെ ട്യൂട്ടർ അതുപോലത്തെ സാധനങ്ങൾ. പിന്നെ ഇതിനി അടച്ച് തുറക്കാൻ നേരത്ത് എനിക്ക് ഈ വണ്ടി കണ്ടിട്ട് ഒരു കാര്യം, ഇത് 2014 വണ്ടിയാണ്. ഇന്ന് ഇങ്ങനെ ഇത്ര ഒരു സെറ്റപ്പ് വണ്ടി ഇറക്കണ ഒരു 30 ലക്ഷം രൂപയുടെ മേളി വേണം ഇന്ന് സത്യമല്ല പറഞ്ഞേ. ശരിയാട്ടോ, ഇതിന്റെ പകുതിയുള്ള വണ്ടികൾക്ക് പോലും 30 ലക്ഷം രൂപ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിന്റെ എല്ലാ ഗ്ലാസും കറക്റ്റ് കമ്പനി ഗ്ലാസ് ആണ്, ഒരെണ്ണം പോലും റീപ്ലേസ്മെന്റോ സംഭവങ്ങളോ ഇല്ല. ഇനി ഇങ്ങോട്ട് വരാൻ നേരത്തെ ഇവിടെയും പവർ വിൻഡോയും സ്പീക്കറും പിന്നെ ലെതർ ഫിനിഷും അതുപോലുള്ള സംഭവങ്ങളുണ്ട്. ഇത് 5 പേർക്ക് കംഫർട്ടബിൾ ആയിട്ടും, പിന്നെ അത് കൂടാതെ ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാം. പിന്നെ ഇതുണ്ട്, ഇവിടെ റിയർ AC ഉണ്ട്, ഇവിടെ ലൈറ്റ് സംവിധാനങ്ങൾ, നല്ല രീതിയിലുള്ള ഹാൻഡ്, പിന്നെ ലെഗ് സ്പേസ്, സഫാരി എന്നുള്ളൊരു എംബ്ലം. വാട്ട് എ നൈസ്. ഇവിടെ ഒരു സ്പോയിലർ ഉണ്ട്, ഇവിടെ അതിൻ്റെ ഒരു ഫിനിഷിങ് സംഭവങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു ഡിക്കി തുറന്നു കഴിയുമ്പം ഇതേപോലെ ഒരു വലിയൊരു സ്പേസ് ആട്ടോ. വലിയൊരു സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു സ്പേസാണ്. ഇവിടെ വേണം നമുക്ക് ഇതിൻ്റെ സീറ്റ് എങ്ങനെയാ ചെയ്ത് കണ്ടോ, ഇത് ക്ലിപ്പാണ്. ഈ ക്ലിപ്പ് അങ്ങ് താത്തി കഴിഞ്ഞാൽ സീറ്റായി. ഈ ക്ലിപ്പ് ഇതങ്ങനെ പൊക്കിയിട്ട് ആ ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇത് ലോക്കായി. ഇങ്ങനെയാണ് സംഭവം. ഇതതിൻ്റെ ഞങ്ങൾ പണിയെടുത്തതിൻ്റെ സ്പെയറിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇതിൻ്റെ 2 എക്സോസാണ്, അതായത് ഷോയ്ക്ക് വെച്ചാക്കുന്നല്ല, വർക്ക് ചെയ്യുന്ന 2 എക്സോസാണ്. പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു സ്റ്റോറേജ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ കുറച്ച് സ്റ്റോറേജ്, പിന്നെ ലോക്ക് പിടിക്കുന്ന സംവിധാനങ്ങൾ. പിന്നെ ഇതിൻ്റെ അകത്ത് മറ്റേ ഈ എന്നാ പറയുക, മഴയത്ത് മറ്റേ ഹീറ്റ് ഫുഡ് സ്റ്റെപ്പ് ഉണ്ട്. അതുകൊണ്ട് അവിടെ ഒരു ഫുഡ് സ്റ്റെപ്പ്, അങ്ങനെ ക്യാമറ, റിവേഴ്സിങ് സംവിധാനം, അങ്ങനെ എല്ലാം കൂടി വരുന്ന ഒരു വാഹനമാണ്. ഇന്നത്തെ ഈ സമയത്ത് നിങ്ങൾ വേറെ ഏത് കമ്പനിയുടെ വണ്ടി ഇത്രയും ഫെസിലിറ്റി ഉള്ള കിട്ടണമെങ്കിൽ, ഈ ഫുൾ ഓപ്ഷൻ ഈ സാധനം കിട്ടണമെങ്കിൽ കുറഞ്ഞതൊരു 30 ലക്ഷം രൂപ പിന്നെ പുതിയ കൊടുക്കണം. ഒരു സെക്കൻഡ് ഹാൻഡ് എടുക്കണം, ഒരു 7-8 ലക്ഷം രൂപ കൊടുക്കണം. പിന്നെ വേറെ കാര്യം, ടാറ്റയുടെ ക്ലോക്ക് കണ്ടില്ലേ, ടാറ്റയുടെ വണ്ടി ഇപ്പൊ ഞങ്ങൾ ഉപയോഗിച്ച് നമുക്കിപ്പോ സമയം നീട്ടി കിട്ടി. അതെ, വേറെ വല്ല വണ്ടി ഇപ്പം സമയം കുറഞ്ഞ് തിരിച്ചു കൊണ്ട് സമയം കഴിഞ്ഞു അല്ലേ. അതൊരു യാഥാർത്ഥ്യമായിട്ടോ. അപ്പൊ അതിനാ ക്ലോക്ക് കൊടുത്താക്കണേ. ഗൈസ് നോക്കൂ, ബോഡി ക്വാളിറ്റിയിൽ ഒരു രക്ഷയില്ല. പിന്നെ ഒരു മെക്കാനിക്കിനോട് നമുക്ക് ചോദിക്കാം, പുതിയ ഒരു മെക്കാനിക്കാണ്. മെയിൻ്റെനൻസ് നോ അല്ലേ ഏട്ടാ? നോർമൽ സാധാരണ വണ്ടികൾക്ക് മെയിൻ്റെനൻസ്, അതാണ് അതിന്റെ മെയിൻ സംഭവം. ഓയിൽ സർവീസ്, സസ്പെൻഷൻ ഒക്കെ തന്നെ, വേറെ ഒന്നും വരാറില്ല. പിന്നെ ടാറ്റയുടെ വണ്ടി എടുത്ത് കംപ്ലൈന്റ് വരുന്ന ഒരു കാര്യമുണ്ട്. അത് സാധാരണ വണ്ടി 10,000 കിലോമീറ്റർ 8,000 കിലോമീറ്റർ പോയി സർവീസ് ചെയ്യും. ടാറ്റയുടെ വണ്ടി എടുത്ത 10,000 കിലോമീറ്റർ സർവീസ് എന്ന് പറഞ്ഞാൽ 14 20 ആയാലും സർവീസ് ചെയ്യൂല. 20 ആയി സർവീസ് ചെയ്യുമ്പോൾ വണ്ടിക്ക് കംപ്ലൈന്റ് എന്ന് പറയും. അതാണ് ടാറ്റയുടെ വണ്ടിക്ക് ആരും മെയിൻറ്റെയിൻ ചെയ്യാത്ത തന്നെയാണ് മെയിൻ ആയിട്ട് ഇതിന്റെ അകത്ത് പറയാനുള്ള കാര്യങ്ങൾ. ആരും ശരിക്കും പറഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യാറില്ല, ടാറ്റ അത്രേ ഉള്ളൂ. പക്ഷെ പക്ക ക്വാളിറ്റിയാണ്, പക്ക ഈ പറഞ്ഞ പോലെ പക്ക എന്താ പറയാ, നല്ല പെർഫോമൻസ് ആണ്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ്. നിങ്ങൾ പറഞ്ഞ ഈ വണ്ടിക്ക് ഇപ്പോൾ 18 മൈലേജ് കിട്ടുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല ആരും. അതൊന്നും കൂടി ഒന്ന് നോക്കി ഓടിക്കാൻ ഒരു 19-20 ഒക്കെ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. 18-16 ഒക്കെ കിട്ടി കേട്ടോ. ആ ഒരു 19 ആ ഒരു ഇത് വെച്ച് കിട്ടി. അപ്പൊ ഈ വണ്ടിയുടെ പ്രത്യേകത അതൊക്കെയാണ്. പവർ ലാഗ് ഇല്ല വണ്ടിക്ക്, പവർ ലാഗ് എന്ന് പറഞ്ഞ സംഗതിയേ ഇല്ല വണ്ടിക്ക് അല്ലേ. നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ കയറ്റത്തിലൊക്കെയാണ് ഈ വണ്ടി സിമ്പിൾ ആയിട്ട് 3rd ഗിയറിലൊക്കെ കയറിപ്പോ വലിച്ചു കയറ്റേണ്ട ആവശ്യമില്ല, സിമ്പിൾ ആയിട്ട് കയറിപ്പോ എന്ന് പറഞ്ഞൊരു പോക്കായിരിക്കും കേട്ടോ. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂ അങ്ങനെ ഒന്നും പേടിക്കണ്ട. എന്താ പറയാ, പക്ക ഒരു ഇന്ത്യക്ക് വേണ്ടി നിർമ്മിച്ച ഒരു ഇന്ത്യയുടെ SUV ആണിത് ഗൈസ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യൻ ആർമിക്ക് വേണ്ടി അന്ന് പിന്നെ ആർമിക്ക് വേണ്ടി 4-5 SUV ടെസ്റ്റിങ്ങിന് കൊടുത്തു. നീ ഓർക്കുന്നുണ്ടോ?
ലിവിനെ ഇന്ത്യൻ ആർമിയിലേക്ക് 4 or 5 വണ്ടി ടെസ്റ്റിങ്ങിന് കൊടുത്തു. നിങ്ങൾക്കറിയാമോ ഇന്ത്യൻ ആർമിക്ക് ടെസ്റ്റിങ്ങിന് കൊടുത്തതിൽ പജീറോ ഫെയിൽ ആയിരുന്നു കേട്ടോ. നിങ്ങൾ അന്വേഷിച്ചറിയാം ഇന്ത്യൻ ആർമിക്ക് പജീറോ പിന്നെ ഇന്ത്യൻ ഗവൺമെൻറ് ടെസ്റ്റിങ്ങിന് കൊടുത്തു. ലാസ്റ്റ് പജീറോ ഫെയിലായിട്ടാണ് ആർമി അന്ന് ജിപ്സി സംഭവം. അതേപോലെ തന്നെ 5 SUVs ഇന്ത്യൻ ആർമിക്ക് ടെസ്റ്റിങ്ങിന് കൊടുത്തു കഴിഞ്ഞപ്പം അതിൽ പാസ്സായ ഏക വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ഈ സഫാരി സ്ട്രോമാണ്. അതിന് ശേഷമാണ് പിന്നെ ഇപ്പം മറ്റേ താറും മറ്റേ സ്കോർപ്പിയും പാസ്സായി വന്നിരിക്കുന്നത്. എനിക്ക് അതിനകത്തൊരു കാര്യം പറയണം. നമ്മൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ ഡീസലാണ്. നമ്മൾ എവിടെ പോയാലും ചൈനയിൽ പോയിട്ടുണ്ടെങ്കിൽ തണുപ്പത്ത് ഉപയോഗിക്കാനുള്ള വേറെ ഡീസലുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് മറ്റേ പജീറോ ഫെയിലായി ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ഇന്ത്യൻ വണ്ടി ആ ഫ്യൂൽ അടിച്ചാലും ഏത് ഫ്യൂലാണെങ്കിലും തണുപ്പത്താണെങ്കിലും ഏത് കയറ്റത്തിലും സ്റ്റാർട്ട് ആവും. അതാണ് ഇതിന്റെ പ്രത്യേകത. അങ്ങനെ ഒരു എന്നാ പറയാ ആർമിയുടെ ടെസ്റ്റ് വരെ പിന്നെ വിജയിച്ചിട്ടുണ്ട്. പിന്നെ ഭാരത് ബെൻസ് വരെ ആർമിയുടെ ടെസ്റ്റ് ഫെയിൽ ആയി പോയതാണ്. അതിൽ ലൈലാൻഡും ടാറ്റ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. പിന്നെ ടെക്ട്രൈ. അപ്പോൾ ആർമിയുടെ ടെസ്റ്റ് വരെ വിജയിച്ച ഒരു SUV ആണ് നമ്മുടെ ഫ്രണ്ടിൽ കിടക്കുന്നത്. ആ സേഫ്റ്റിയിലും പിന്നെ അതേപോലെ തന്നെ കരുത്തിലും എല്ലാത്തിലും. പിന്നെ വേറെ കയറിപ്പോവിനെ അതിന്റെ പ്രത്യേകത. ഇപ്പൊ ഇതിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെന്ന് വെച്ചാൽ വേറെ വണ്ടിയാണ് വഴി ചത്തു. ഇത് കംപ്ലൈന്റ് ആയാലും അടുത്തുള്ള വർക്ക്ഷോപ്പ് വരെ ഇതെങ്ങനെ കിടന്നാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നൈസായിട്ട് അങ്ങ് ഓടിപ്പോക്കോളൂലേ അല്ലേ ഏട്ടാ? അതൊരു ശരിയാണ്. എല്ലാ പോയിന്റിലും സർവീസിന് ആളുണ്ട്. ചെറിയ വർക്ക്ഷോപ്പിൽ പോലും എടുക്കും. പാർട്സ് അവൈലബിലിറ്റി അതുപോലെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. എന്താണെങ്കിലും നോക്കി മനസ്സിലാക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഈ ഡൈക്കോറിലും കുറച്ചും കൂടെ ഒരു അപ്ഡേറ്റഡ് ആയ വണ്ടിയാണ് വെരിക്കോർ അല്ലേ? ഡൈക്കോറിലും ഈ ഡൈക്കോർ 3.1 ഒന്നും ഉപയോഗിച്ചൊന്നും ജീവിതത്തിൽ അത് കൊടുക്കുകയല്ല. അത്ര മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണല്ലോ. വണ്ടി അത്രയും അധികം ഇറങ്ങിയിട്ടില്ല. ഇത് തന്നെ ഗൈസ്, നിങ്ങൾ ഡൽഹിയിലുണ്ടല്ലോ വണ്ടി വളരെ കുറവാണ്, ഉള്ളതും കൊടുക്കുന്നില്ല. പിന്നെ വളരെ അപൂർവങ്ങളിലൊക്കെയാണ് കച്ചവടം കിട്ടുന്നത്. അതും ഈ വലിയ വലിയ പൈസക്കാർ വീട്ടിൽ കിടക്കുന്ന വണ്ടികൾ അവർ വേറെ വണ്ടി എങ്ങനെ എടുത്ത് അങ്ങനെയൊക്കെ ഭാഗ്യത്തിനൊക്കെ വണ്ടി കിട്ടണം. മറ്റു വണ്ടി പോലെ ഈ വണ്ടി കിട്ടാൻ പാടാണ്. ഇനി കേരളത്തിൽ നിങ്ങൾ വണ്ടിയുടെ വില അന്വേഷിച്ചറിയാം. 6.5 ലക്ഷം 7 ലക്ഷം 5.5 ലക്ഷമാണ് കേരളത്തിൽ വണ്ടിയുടെ വില. അപ്പം അങ്ങനെ കുറച്ച് സംഭവമുണ്ട്. പിന്നെ സഫാരി പോലുള്ള വണ്ടികൾ ഉപയോഗിച്ച ആൾക്കാർ കൊടുക്കൂല. ഈ ഉപയോഗിക്കാത്ത ആൾക്കാരാണ് ഇതിനെക്കുറിച്ച് കുറ്റം പറയുന്നത്. ഇന്ന് ഇത് കൊണ്ടോന്ന് ഇറക്കിയില്ല, അതിനിപ്പോൾ ഒരു പുള്ളിന് വില പറഞ്ഞു 5 ലക്ഷം. നിങ്ങളൊന്ന് ആലോചിച്ച് ഒന്നും ഉപയോഗിച്ചില്ല കേട്ടോ, അതിൻ്റെ ഇപ്പുറത്തേക്ക് ഈ വണ്ടിക്ക് വില പറഞ്ഞു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ വൈപ്പർ അതുപോലെ സംഭവങ്ങൾ, പിന്നെ ഈ വൈപ്പറിൻ്റെ അകത്തൂടെ വെള്ളം വരുന്ന സംവിധാനങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു കാര്യം കൊണ്ട് ഞാൻ പറയാൻ പറഞ്ഞത്, ഈ വാഹനം ഇപ്പോൾ നമ്മൾ എടുക്കാനുള്ള ഒരു മെയിൻ കാരണം ഒന്ന് സേഫ്റ്റി, 2 എയർ ബാഗ് ഉണ്ട്, ബോഡി കട്ടി ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ മൈലേജ്. പിന്നെ നമ്മളൊരു വാഹനം മേടിക്കേണ്ടത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ്, നാട്ടുകാരെ കാണിക്കാനല്ല. നമ്മൾ നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു വാഹനം മേടിക്കണം. അല്ലെങ്കിൽ നാട്ടുകാരെ കാണിക്കാണ്ട് മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അത് നാട്ടുകാർ കാണും, അവർ വീട്ടിൽ കയറും, പിന്നെ നമ്മൾ വീട്ടിൽ ഇരുന്ന് കരയേണ്ടി വരും. അല്ലേ? നമുക്ക് എന്താണ് നമ്മുടെ കയ്യിലെ പൈസ, നമുക്ക് എന്താണ് വേണ്ടത്, നമ്മുടെ ആവശ്യം എന്താണ്, അതനുസരിച്ചാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. അതെ, അല്ലാതെ നമ്മൾ ആരും കാണിക്കാൻ വേണ്ടിയല്ല. ഇതിന് ഫോൾഡബിൾ അങ്ങനെയുള്ള സംഭവങ്ങളാണ്, എക്സ്പ്ലോർ എഡിഷൻ സംഭവങ്ങൾ. അങ്ങനെ എന്തുകൊണ്ടും അടിപൊളി ഒരു വാഹനമാണ്. ചേട്ടയാണ് എനിക്ക് ചെയ്തു തന്ന്. ഞാൻ പുള്ളിനെ ഇരുത്തി പൊറപ്പിച്ചിട്ടില്ല എറണാകുളത്ത്. അങ്ങനെ ബാംഗ്ലൂർ ഇവിടുന്ന് ഞാൻ കയറ്റി വിട്ടു എങ്ങോട്ട്, അതായത് പിന്നെ ഡൽഹിക്ക് അങ്ങനെ കയറ്റി വിട്ടിട്ട് അവിടുന്ന് ഞാൻ അറേഞ്ച് ചെയ്യിച്ചാണ്. അങ്ങനെ ലാസ്റ്റ് ഇപ്പം ഞാൻ വേറെ 2 വണ്ടിയും കൂടെ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2009, 2008 പിന്നെ അതുപോലെ 2010 പ്രാഡോയ്ക്കൊക്കെ 6 രൂപ 7 രൂപ 8 രൂപ 9 രൂപ ക്വാളിറ്റി അനുസരിച്ചാണ് 10 രൂപ 12 രൂപയ്ക്ക് അവിടെ കിട്ടും. അപ്പം 14 താഴോട്ടുള്ള വണ്ടി അല്ല 10 താഴോട്ടുള്ള വണ്ടിയാണെങ്കിൽ ഇവിടെ പേപ്പർ 20,000 30,000 അതല്ല അങ്ങനെയല്ലേ, 9 താഴെയൊക്കെ ആണെങ്കിലും നമുക്ക് ചെറിയ പൈസക്ക് കാര്യം നടത്തിയെടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്, ഉറപ്പില്ല. കാരണം നമ്മുടെ കൈക്ക് പറ്റുന്നത് നമ്മൾ മേടിക്കാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പാടുപെടും. അതുപോലെ നമ്മൾ എപ്പോഴും വിചാരിക്കണം, അതായത് വണ്ടിയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് ഡൽഹി പൈസ. അതെ, അത് നമുക്ക് എടുത്തിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് പണിയാ എന്ന് മനസ്സുണ്ടെങ്കിൽ അത്യാവശ്യം ചെറിയ റേറ്റിൽ കിട്ടും. പണിത വണ്ടിയൊക്കെ വിത്ത് NOC വിത്തൗട്ട് NOC നിങ്ങൾ കൊടുക്കൂലേ? വിത്ത് NOC വിത്തൗട്ട് NOC വണ്ടി കൊടുക്കും. എന്തായാലും നിങ്ങൾ ഈ ലോകത്ത് എവിടെയാണ് സെർച്ച് ചെയ്തോ 3 ലക്ഷം രൂപയ്ക്ക് എന്തായാലും സഫാരി സ്ട്രോം എക്സ്പ്ലോർ എഡിഷൻ നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല. പിന്നെ വേറൊരു കേസ്, ഞാൻ കുറേ പേരുടെ വീഡിയോ കണ്ടാണ് 380 420 ഓരോരുത്തർ പോയി അവിടുന്ന് വണ്ടി എടുത്താക്കുന്നത്. ബാക്കി എല്ലാം കൂടെ കൂടുമ്പോൾ വലിയ പൈസ ആവും. EX കിട്ടും വില കുറച്ച്. EX എയർ ബാഗ് ഒന്നും ഇല്ലാത്ത വണ്ടി, ബേസ് വണ്ടി ഇതിനും വില കുറച്ച് കിട്ടും അല്ലേ? കുറച്ചും കൂടെ, അതായത് ഈ ഒരു റേഞ്ചിൽ താഴെ കിട്ടും. പക്ഷെ ഈ കിലോമീറ്റർ ഈ പറഞ്ഞ പോലെ 1.5 അത്രയൊക്കെ ഓടിയതായിരിക്കും. പിന്നെ മീറ്റർ ടാമ്പറിങ് അതും ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല, ഡൽഹി ആയതുകൊണ്ട്. അപ്പൊ ഇവരെന്ന് പറയുമ്പോൾ ഇവർക്ക് അവിടെ ഏജന്റുമാരുണ്ട്, പിന്നെ മിഷനറികളുണ്ട്, നോക്കിയ വണ്ടി എടുക്കുള്ളൂ. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പെട്ടോ, ഈ വണ്ടി നമുക്ക് എടുത്താലോന്ന് പറഞ്ഞു ചേട്ടാ. ഇവർ അന്നപ്പം ഞങ്ങള് വിയറ്റ്നാമിലിരിക്കുവാണ്, വിയറ്റ്നാമിലിരിക്കാന്ന് പുള്ളി പറഞ്ഞു, എടാ വില ഉറപ്പിക്കണം, ഞാനിവിടെ നിൽക്കുക എന്തെങ്കിലും പറയാം. ഞങ്ങൾ ആദ്യം ഒരു വില പറഞ്ഞു, എന്നിട്ട് ഒറ്റയടി ഞങ്ങൾ പറഞ്ഞിട്ട് പുള്ളിയോട് അത് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഇതിലേ നടക്കുള്ളൂ. ലാസ്റ്റ് ഇത് നടന്നു. അങ്ങനെയാണ് അവിടുത്തെ കച്ചവടം എന്ന് പറഞ്ഞ കാര്യം കൂടി ഇതിനെക്കുറിച്ച് ഞാൻ പറയുകയാണ്. അതായത് ഈ ഒരു വാഹനത്തിന്
ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയാനായിട്ടുള്ളത്. ഈ വണ്ടി ടാറ്റയുടെയാണോ? അല്ല, വേറൊരു പ്രത്യേകതകളുണ്ട്. എനിക്ക് പെയിന്റ് കറക്ഷനുള്ള സമയം തന്നില്ല. ഗൈസ് ഇവര് വണ്ടി എടുക്കാൻ നേരത്തെ ഇവര് മറ്റേ പെയിന്റ് കറപ്ഷനും പിന്നെ ഇന്ത്യയിലൊക്കെ അങ്ങനെ ഭയങ്കര സെറ്റപ്പ് ചെയ്താണ് കൊണ്ടുവരിക. ഞാൻ അതിനുള്ള സമയം കൊടുത്തില്ല, എനിക്ക് വണ്ടിയല്ല ഉപയോഗിക്കാൻ. അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണം, അത് കാരണം നമുക്ക് വണ്ടി ഇല്ലായിരുന്നു, അത് കാരണമാണ് പെയിന്റ് ടച്ചപ്പും കാര്യം. സത്യം പറയട്ടെ, ഡൽഹിയിൽ നിന്ന് ഒരു വണ്ടി അല്ല ഡൽഹിയിൽ നിന്ന് ഒരു വണ്ടി എടുത്തിട്ട് വന്നാല് ഏകദേശം ഇങ്ങനത്തെ പെയിന്റ് ഒക്കെ ഏകദേശം ഒരു 50% വണ്ടി ഇങ്ങനെയായിരിക്കും. എല്ലാവരും അത്യാവശ്യം ടച്ചപ്പ് ഒക്കെ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. സത്യസന്ധമായ കാര്യം അല്ലേ? അങ്ങനെയാണ് അതിന്റെ സംഭവങ്ങള്. അവിടെ നമ്മുടെ നാട്ടില് വലിയതായിട്ട് പോയിട്ടൊന്നുമില്ല. സ്ക്രാച്ച് ഇത് ഒരു പെയിന്റ് കട്ടായതാ, ഇത് കട്ടായിട്ടില്ല. ഇത് നാളെ ഇപ്പൊ കുട്ടപ്പിനാറ് പോലെ തിളങ്ങിക്കൊട്ടു അല്ലേ ഗൈസ്? അപ്പൊ ഇതാണ് ഞങ്ങളുടെ വണ്ടിയുടെ വിശേഷം. ഇനി നമുക്കിത് ഓടിച്ച് നോക്കണം കേട്ടോ. ഗൈസ് നോക്കൂ, പുള്ളീനെ ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല 3 വർഷത്തെ എത്ര പരിചയമാണ്. പുള്ളിക്ക് ഒരു പോളോ ഉണ്ടായിരുന്നു കേട്ടോ. ആ പോളോ ഞാൻ കുറേ പുറകെ നമ്മൾ തെണ്ടി ചോദിച്ചാണ്. ഒരു 50, 60, 70, ലാസ്റ്റ് 75 വരെ പറഞ്ഞു. പുള്ളി തന്നില്ല കേട്ടോ. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ കാണുന്നത് എന്നെ സ്വഭാവം നിങ്ങൾ കാണിച്ചത്, അത് എനിക്ക് തന്നൂടെ. ഈ മനുഷ്യർ പൊളിക്കാൻ വേണ്ടി കൊടുത്തു. പിന്നെയാണ് പുള്ളി എന്നോട് പറഞ്ഞത്, ഞാൻ ഒരിക്കലും അങ്ങനെ ആരും പറ്റിക്കത്തില്ല. അത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് പുള്ളി ഡൽഹി നിങ്ങൾ ആലോചിക്കണം, ഇതേപോലെ തന്നെ പൈസ കൊടുത്ത് ഡൽഹിയിൽ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന വണ്ടിയാണ്. പുള്ളിക്ക് വേണേൽ അതൊന്ന് തട്ടിക്കൂട്ടി വേണേൽ പണിത് കൊടുക്കാൻ പറ്റും. പക്ഷെ പുള്ളി അത് ചെയ്തില്ല. പുള്ളി എന്നിട്ട് അത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെ വണ്ടി ഒന്ന് ചെറിയൊരു വണ്ടി കച്ചവടത്തിൽ ചെറിയൊരു ഫാൾട്ട് മതി പേര് പോകാം അല്ലേ. അപ്പം പുള്ളി എന്ത് ചെയ്തു, അത് കൊടുത്തില്ല, പുള്ളിയെ പൊളിക്കാൻ കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ ദൃഢബന്ധം, വണ്ടിക്ക് വില പറഞ്ഞു തുടങ്ങിയ ദൃഢബന്ധമാണ്. അപ്പോൾ അന്ന് പോലുള്ള സംഭവം കേട്ടോ അത്. ഗൈസ് നോക്കൂ, നമുക്ക് എല്ലാവർക്കും ഒരു സംശയമുള്ളതാണ് ഇതിന്റെ പേപ്പർ കാര്യങ്ങൾ. പേപ്പർ എങ്ങനെയാണ്? പേപ്പർ ഇപ്പോഴത്തെ റൂള് വെച്ചിട്ട് 15 വർഷം കഴിയുന്ന ഡീസൽ വണ്ടി, അതായത് ഇപ്പൊ 2010 ഇറങ്ങിയ വണ്ടി 2025 പെട്രോൾ വണ്ടിയുടെ പേപ്പർ എക്സ്പയർ ആവും. ഡീസൽ വണ്ടി ആണെങ്കിൽ 2010, 2020 കഴിയും. അത് കഴിഞ്ഞാൽ 1 വർഷം ഗ്രേസ് പീരീഡ് ഉണ്ട്. ഈ 1 വർഷം കൂടെ കഴിഞ്ഞാൽ പിന്നെ NOC കിട്ടത്തില്ല, കഴിഞ്ഞു. പിന്നെ വണ്ടി ഇപ്പം നിലവിലത്തെ റൂൾ. അപ്പം ഇപ്പം കറണ്ട് ഇയറിൽ നിന്ന് 10 വർഷം താഴോട്ടുള്ള വണ്ടിയെ ഇപ്പം നിലവിൽ എടുക്കാവുള്ളൂ, ഇല്ലെങ്കിൽ പേപ്പർ ആവില്ല, NOC കിട്ടൂല. ഇല്ല, ഇപ്പൊ നിലവിൽ കിട്ടത്തില്ല, റൂള് മാറാം. നമുക്ക് ഇത്ര എന്താ പറയാ, ഇത്ര ഈ വണ്ടി മേഖലയിൽ അത്യാവശ്യം കോണ്ടാക്റ്റും ബന്ധങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ എല്ലാവരും ചോദിച്ച് അങ്ങനെയൊക്കെ ഇപ്പം ഇവരോട് എല്ലാം ചോദിച്ച് അങ്ങനെ നമ്മളെ എന്താ പറയുക, നമുക്കിപ്പം എടുക്കുമ്പോൾ മോഡൽ എന്നാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ചിലവർക്ക് ഇത് പിന്നെ പറഞ്ഞില്ല. കാരണം നമ്മൾ ഈ വണ്ടിയെ സ്നേഹിക്കുന്ന വണ്ടിപ്രാന്ത് എന്ന് പറഞ്ഞാൽ ഉത്സവപ്പറമ്പിൽ നടക്കുന്ന കുഞ്ഞു കുട്ടീനെ പോലെയാണ്. കാരണം ആക്രാന്തമാണ്. അല്ല ഐസ്ക്രീം കാണുന്ന പെൺപിള്ളാരെ പോലെ അല്ലെ മാലക്കട കാണുന്ന പോലെ, അല്ലെങ്കിൽ എന്നാ പറയുക ബ്യൂട്ടീഷ്യന് കയറി പെൺപിള്ളാരെ പോലെ നമുക്ക് ആക്രാന്തം. നമ്മൾ വരും വരായികൾ ചിന്തിക്കാതെ ചാടിക്കറി എടുക്കും, പൈസയും കൊടുക്കും. പിന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പേപ്പർ എടുക്കാതെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അത് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. അല്ലെ പെട്ടു. കാരണം ഇപ്പോൾ 2013 വണ്ടി ഡീസൽ വണ്ടി ആണെങ്കിൽ 23 10 വർഷം തികഞ്ഞു. 1 വർഷം കൂടെ അതിനകത്ത് അവര് ഗ്രേസ് പീരീഡ് കൊടുക്കുന്നുണ്ട്. അപ്പൊ 24 അതിന്റെ പേപ്പർ തീരും. അപ്പം ഇപ്പൊ നിലവിലുള്ളവര് അവരുടെ RC ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. എത്ര മോഡലിന് താഴോട്ട് നമ്മൾ കൊണ്ടുവന്നാലും ഇവിടെ ചെറിയ പൈസ അടയ്ക്കണ്ടേ? 15 വർഷം കംപ്ലീറ്റ് ആവാൻ പോകുന്ന വണ്ടി ഒരു മാസം തീരുന്നതിന് മുമ്പ് NOC എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് RMA ചെയ്ത് മിനിമം ടാക്സ് 10,000 ടെസ്റ്റിങ്ങിന്റെ പൈസ അടച്ചെടുക്കാം. അതായത് ഇപ്പൊ 2 ലക്ഷം രൂപയ്ക്കോ 3 ലക്ഷം രൂപയ്ക്കോ വണ്ടി എടുക്കുന്ന വണ്ടിയുടെ 20,000 രൂപയ്ക്കോ 30,000 രൂപയ്ക്കോ പേപ്പർ. ഗൈസ് അത് എനിക്ക് ഏറ്റവും കൂടുതലും കിട്ടാൻ സാധ്യതയുള്ള ലാൻഡ് ക്രൂസർ, പഴയ വാഹനങ്ങൾ അല്ലെ പജീറോകള്, അങ്ങനത്തെ വാഹനങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ കിട്ടാനുള്ള സാധ്യത. 10 ഇന്നോവ അതൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ കിട്ടാനുള്ള സാധ്യത. നോക്കൂ, ഇതാണ് ഇതിന്റെ ഫ്യൂവലിന്റെ സംഭവം. ഇവിടെയൊക്കെ കമ്പനിയുടെ സാധനങ്ങൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ചേട്ടാ സർവീസ് ബുക്ക് ഉണ്ട് കേട്ടോ, ഇത് കാണിക്കാൻ വേണ്ടി. സർവീസ് ബുക്ക് ഈ വണ്ടിയിൽ ഇപ്പോഴും ഉണ്ട്. ഇതിനകത്ത് ഞാൻ ഒരു കാര്യം നിങ്ങൾ പറയാൻ മറന്നു. ഇതുണ്ടോ, ഈ ബേക്കില് മേളിലും AC ആണ്, ഇതുണ്ടോ താഴെ AC ആണ്. ഇപ്പോഴത്തെ വണ്ടികൾക്ക് ബേക്ക് AC എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇതുണ്ടോ, ഈ ഒരു സാധനം മാത്രം. പണ്ട് കാലത്ത് കൊടുത്ത ഈ 2 AC. ഇനി നിങ്ങൾ റിയർ AC ഇല്ലാത്ത ടാറ്റയുടെ ബേസ് മോഡൽ ഏത് വണ്ടി മേടിച്ചാലും, അതായത് സഫാരി മോഡൽ ഏത് മേടിച്ചാലും ആ ഒരു 2 AC ഉണ്ടാകും. അത് ഓപ്ഷൻ, അതിന് ഫുൾ ഓപ്ഷൻ ഇങ്ങനെ ഓപ്ഷൻ ഒന്നുമില്ല. അല്ല ഇതുണ്ടോ ഈ വണ്ടിയുടെ പിന്നെ സർവീസ് ബുക്ക് ആയി കാണുന്നുണ്ടോ, ഫുൾ സർവീസ് അവിടെ തന്നെയാണ്, കമ്പനിയായിരുന്നു. പിന്നെ ഇതിന്റെ ബാറ്ററിയുടെ സാധനം, പിന്നെ ഇത് കണ്ടോ ആ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ ബ്ലൂടൂത്ത് ഉണ്ട്, ഡിസ്ക് ഇടാൻ, റേഡിയോ ഉണ്ട്, USB ഉണ്ട്, AV ഉണ്ട്, സെറ്റിങ്സ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഇതിന്റെ റിമോട്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പോഴും ഈ വാഹനത്തിലുണ്ട് എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. അത്ര നീറ്റായിട്ട് ടീം ഉപയോഗിച്ചാട്ടോ. തിരിച്ചു അങ്ങനെ നമ്മുടെ ആഗ്രഹം നമ്മൾ സഫലമാക്കി. അപ്പോൾ എന്താ പറയുക, അതായത് നമുക്ക് ഇങ്ങനത്തെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ ഉള്ളൂ. ഞങ്ങൾക്ക് വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല. ഇവൻ ചേട്ടൻ വേറൊരു ആഗ്രഹമോഹിയാണ് ഇവിടെ ഇരിക്കുന്നത്. അതായത് സഫാരിയാണ്, സ്ട്രോമാണ് എടുക്കുന്നത്, ടൈക്കറാണോ?
ഗൈസ് നോക്ക് പുള്ളി ഓടിച്ചു നോക്കിയിട്ട് പറയത്തുള്ളൂ എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെ നമ്മുടെ ഒരു സ്വപ്നം പൂർത്തിയായിരിക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മുടെ വണ്ടി നമുക്ക് യാഥാർത്ഥ്യമാക്കി തന്നു. ചേട്ടനാണ് യാഥാർത്ഥ്യമാക്കി തന്നത്. ഇനി ഇവര് ഒരു Q7 എടുക്കാൻ വേണ്ടി നേരെ ബാംഗ്ലൂർ പോവുകയാണ്. എത്ര വണ്ടി ഉണ്ട്? 3 വണ്ടിയുണ്ട്. ഏതൊക്കെ? അക്കോഡ് V6 ഉണ്ട്. അക്കോഡ് ഭ്രാന്തനാണ്. അക്കോഡ് V6 ഉണ്ട്, ഒരു 2.4 ഉണ്ട്, പിന്നെ ഒരു Q7 ഉണ്ട്. Q7 ഇത്ര വണ്ടി എടുക്കണം. ചേട്ടൻ ഇതിലെ വരുവാന്ന് പറഞ്ഞു. ആണോ? ഇതിലെ വരുമോ? വരണമല്ലോ. ഗൈസ് നോക്കൂ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ചേട്ടന്മാരെ ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ കൊണ്ടുവിടാൻ വേണ്ടി പോവാണ്. അപ്പം ജോസ്മി സാറിന് ചിലപ്പം വരുമായിരിക്കും. അപ്പം ജോസ്മി സാറിന് ഇതേപോലെ തുറന്നെടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്, അറിയത്തില്ല. എന്നാന്ന് വെച്ചാല് ഇത് കൂട്ട് വിലയും ഇത് കൂട്ട് വണ്ടി ഇവർക്ക് ഒപ്പിച്ചേരാൻ പറ്റുള്ളൂ. യെസ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് വാഹനം വെറുത്താണ് വണ്ടി. പുള്ളി കച്ചവടക്കാരല്ല കേട്ടോ. പുള്ളി കച്ചവടക്കാരനല്ല, ആരും കാണില്ല. ഞങ്ങളുടെ വണ്ടി വരുന്നത്. അപ്പം പുള്ളി ഇങ്ങോട്ട് വന്നാണ്. നമുക്ക് ഓടിച്ചു നടക്കാൻ പറ്റിയ വണ്ടി, ടെൻഷൻ ഇല്ലാണ്ട് ഓടിച്ചു നടക്കാൻ പറ്റിയ വണ്ടി. നോ മെയിൻ്റെനൻസ് അല്ലേ? സാധനങ്ങൾക്കാണ് സ്പെയറിനൊക്കെ വലിയ പൈസ ഒന്നും വരണമൊന്നുമില്ല. നിസ്സാര പൈസ കാര്യങ്ങൾ. ഇതിന് ഡൈക്കോറിനാണെങ്കിലോ എല്ലാം സെയിം തന്നെ. ചേട്ടാ എന്നോട് ആരോ പറഞ്ഞ സസ്പെൻഷന് വലിയ പൈസയാണ്. എന്നിട്ട് ഞാൻ പോയിട്ട് കണ്ണൂർ ഒരു സസ്പെൻഷൻ എടുത്താൽ ഞെക്കി കേട്ടോ. സസ്പെൻഷൻ മേടിച്ചു എത്ര ആയെന്നറിയോ? പിന്നെ അതിന്റെ 2 ബൂഷ് 400 ചോദിച്ചു. അത്രേ ഉള്ളൂ. ആൾക്കാർ വെറുതെ പറയുന്ന കേട്ടോ. നിങ്ങൾ സഫാരി അങ്ങനെ മേടിച്ച് പെടുവൊന്നുമില്ല. സഫാരി മേടിക്കാൻ ശ്രദ്ധിക്കേണ്ടത് സഫാരി അറിയാവുന്ന, സഫാരിയോട് താല്പര്യമുള്ള ആളെടുത്ത് പണിയാൻ ശ്രമിക്കുക. ഇന്നത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ബേസിക് ആയിട്ട് കുറച്ച് വണ്ടികളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിപ്പോ എല്ലാവരും അറിഞ്ഞിരിക്കണം. വണ്ടി ഓടിക്കുന്ന ആളാണെങ്കിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ബേസിക് ആയിട്ട് കുറച്ച് നോളജ് വണ്ടിനെ കുറിച്ച് ഉണ്ടെങ്കിലേ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അല്ലെ പിന്നെ കയ്യിൽ നിന്ന് പോയി. അതെ, പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് കിട്ടത്തുമില്ല. പിന്നെ അങ്ങനെ സംഭവം ഉണ്ട് കേട്ടോ. കൊറേയൊക്കെ ലക്കാണ്, ഓരോരുത്തരുടെ ലക്കാണ്. നമുക്ക് നമ്മൾ ആഗ്രഹിച്ചതിനെക്കാട്ടും വലിയൊരു വണ്ടി നമുക്ക്. ഞങ്ങൾ സഫാരി സ്ട്രോം എന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. അല്ലെന്ന് വേറെ ഒരിക്കലും പുള്ളിക്കും അറിയത്തില്ലായിരുന്നു. ഗൈസ് ഞാൻ നോക്കാൻ എക്സ്പ്ലോർ എഡിഷൻ, ഇത് ഇന്ത്യയിൽ വളരെ കുറച്ച് നമ്പർ ഈ വണ്ടി ഇറങ്ങിയിട്ടുള്ളൂ. എക്സ്പ്ലോർ എഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മെയിൻ സംഭവം ലെതർ സീറ്റും എയർ ബാഗും ടച്ച് സ്ക്രീനും പിന്നെ ആ ഒരു 2-3 സ്റ്റിക്കർ സംഭവം. വേറെ കാര്യമുണ്ട്. ഇതിന്റെ മുന്നേ നമ്മളൊരു വണ്ടി കണ്ട, ഒരു കറുപ്പ്, അത് എക്സ്പ്ലോറേഷൻ സാധാരണ ആ കച്ചവടം ഞാനാണ് കുളമാക്കിയത്. നിങ്ങൾക്കറിയാവോ? ഞാനത് കുളമാക്കി, പുള്ളിക്കാരൻ തിരിച്ചു വന്നു. 3 ദിവസം കഴിഞ്ഞ് വണ്ടി ഇടിച്ചു. അങ്ങനെ നമുക്ക് ഏതാ പറഞ്ഞ എല്ലാത്തിനും ഒരു ഭാഗ്യമുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ഡൈക്കർ ഉള്ള സമയത്ത് നമ്മൾ സഫാരിക്ക് വേണ്ടി അതാണ് ആ ബ്ലാക്ക് ഞാൻ അയച്ചു തന്നെ. അന്ന് വണ്ടിക്ക് വേണ്ടി ഞാൻ ഒരു 3-4 തവണ വിളിച്ചായിരുന്നു, എടുത്തില്ല. എക്സ്പ്ലോറേഷൻ കിട്ടില്ലല്ലോ. സ്വപ്നം കണ്ട വണ്ടി നമ്മുടെ വീട്ടുമുറ്റത്ത് എത്തിക്കാൻ വേണ്ടി, അതായത് ഈ വീട് വെച്ചത് തന്നെ ഏറ്റവും വലിയ സ്വപ്നത്തിൽ ഒന്നായിരുന്നു. നമ്മൾ പിടിച്ചു പോയ TT നെപ്പോളിയനെ തിരിച്ചു കൊണ്ടുവന്ന് ഈ വീട്ടുമുറ്റത്ത് ഇടണമെന്നുള്ള അത് നടന്നു. ദൈവാനുഗ്രഹമുണ്ട്. പിന്നെ അതുപോലെ സഫാരി മേടിക്കുന്ന ആഗ്രഹം ഉണ്ടെന്ന് അത് നടന്നു. സ്ട്രോം മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട് അത് നടന്നു. ഇനിയിപ്പോൾ 2 വണ്ടിയും കൂടെ ഉള്ളു ആഗ്രഹപ്പുറത്ത്. അതൊന്ന് ലാൻഡ് ക്രൂസർ പ്രാഡയും പിന്നെ ഒന്ന് പജൂറയാണ്. അത് വലിയ അടുത്ത ആഗ്രഹമൊന്നുമില്ല, വളരെ ലോങ് ആയിട്ടുള്ള ആഗ്രഹമാണ്. അത് എപ്പോഴേലും കിട്ടിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാൽ നമുക്ക് അത്ര ആഗ്രഹമുള്ളൂ. പിന്നെ അതിന് അടുത്ത ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ TT നെപ്പോളിയനെ ഒന്ന് അമേരിക്ക വരെ ഓടിച്ചെത്തിക്കണം. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അതും കൂടെ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടിയായിട്ട് കാര്യങ്ങൾ ചെയ്യണം. അപ്പം അങ്ങനെയാണ് അതിൻ്റെ സംഭവങ്ങൾ. അപ്പം കാലാവസ്ഥ അത്ര അനുകൂലമല്ല, പ്രതികൂലമാണ്. നമുക്ക് വേണ്ടി കാലാവസ്ഥ തെളിഞ്ഞു നിന്നു. അതായത് ദൂരത്തിന് ചേട്ടന്മാരെ കൊണ്ടുവിടാണ്ട്. അപ്പം കൊണ്ടുവിടണം, അവർക്ക് എങ്ങനെ കാര്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ. അഥവാ വണ്ടി കൊണ്ട് ഇതിലേ വരുന്നെങ്കിൽ ഞാൻ ആ വണ്ടി നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ആർക്കെങ്കിലും വാഹനം വേണമെന്നുണ്ട് ചേട്ടന്മാരെ കോൺടാക്ട് ചെയ്യാം. നമ്പറൊക്കെ ഞാൻ വീഡിയോ സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ചേട്ടന്മാരെ വീരാജിപ്പേട്ടയെ കൊണ്ടുവിടാൻ വേണ്ടി പോവാണ്. നമ്മുടെ സഫാരി ചെറുക്കനുണ്ട്, അങ്ങനെ ചെറുക്കനെ ഓടിക്കാൻ വേണ്ടി പോവാ കേട്ടോ. ഹായ് ഗൈസ് നോക്കൂ, നമ്മുടെ ചെറുക്കനെ കൊണ്ട് അങ്ങനെ ആദ്യ യാത്ര നടത്താൻ വേണ്ടി പോവാണ്. ഏകദേശം ഒരു 45 കിലോമീറ്റർ, 5 മണി അത്ര ആയിട്ടോ. മഴക്കാറായതുകൊണ്ട് ഫുള്ള് ഇരുണ്ട് മൂടി കിടക്കുകയാണ്. ഇനിയിപ്പം ചേട്ടന്മാർ വരുന്നു, നമ്മൾ വണ്ടി എടുക്കുന്നു, ഓരോരുത്തരായിട്ട് നമ്മൾ വണ്ടിയെ കയറുന്നു പോകുന്നു. ഗൈസ് മഴയല്ലായിരുന്നു, നല്ല കിടിലം വെട്ടം കിട്ടിയാനേ. പോവാം, ബൈ, ടാറ്റ 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 ടാറ്റ. വരൂ 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 വരൂ. അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കട്ടെ. അതെ, ബാംഗ്ലൂർ വണ്ടി എടുക്കാണ്ട് പോകട്ടോ. എവിൻ ചേട്ടൻ വരുന്നില്ല? എവിൻ ചേട്ടാ വാ. ഗൈസ് നോക്കൂ, മൈക്കിളാണ് വരാൻ വേണ്ടി അവിടെ കിടന്ന് ഗുസ്തി കേട്ടോ. നോയിക്കേ, നിന്നെ കൊണ്ടുപോയതല്ലടാ എടാ, നിന്നെ കൊണ്ടുപോയതല്ലടാ. നോയിക്കേ, അലമ്പ് തുടങ്ങി കേട്ടോ. ഗൈസ് ഞങ്ങളുണ്ടല്ലോ, എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ. ഫൈനലി ഞങ്ങൾ വണ്ടിയെ കയറി ചേട്ടന്മാരെ കൊണ്ടുപോയി വേണ്ടി പോവാണ്. അതെ, 1, 2, 3 ഇവിടെ ഇങ്ങോട്ട് നോക്കൂ. 1, 2, 3 ഒരാൾ ഒരാളും കൂടി ഇനി കയറില്ല ചേട്ടാ. മൊത്തം എത്ര പേര് കയറും? 1, 2, 3, 4, 5, 6, 7 പേര്. 7 പേർക്കുള്ള പെർമിറ്റ് ആണ്. അപ്പൊ ഞങ്ങൾ നേരെ ഇത് ഞങ്ങളുടെ വീടിന്റെ അവിടെ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. നല്ല മഴയാട്ടോ. അതായത്
ഇന്നിവിടെ നല്ല ശക്തമായ മഴയും കാറ്റും ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഈ ഇരിപ്പ് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ സ്റ്റൂളിന്റെ വെളി കയറിയിരിക്കുന്ന പോലെ ഗൈസ് നോക്കൂ, ലെതർ സീറ്റാടാ. ഗൈസ് നോക്കൂ, ഇത് നല്ല കീഴില് നല്ല ഹൈറ്റില് നല്ല സെറ്റപ്പിലാണ് ഇരിക്കുന്നത്. നമ്മളിപ്പോ നല്ല ചുരവ കയറാൻ വേണ്ടി പോകുന്നത്. അതായത് അത്യാവശ്യം എയർപിന്നൊക്കെ ഉള്ള ഒരു 45 കിലോമീറ്റർ എന്നാലാണ് നമ്മൾ കോണിക്കുപ്പയ്ക്കല്ലേ ചേട്ടാ പോകുന്നത്? കോണിക്കുപ്പയല്ലേ നമ്മൾ പറഞ്ഞ വീരാജിപ്പേട്ടയാണോ കോണിക്കുപ്പയാണോ ആദ്യത്തെ ബസ് സ്റ്റാൻഡ്? നമ്മൾ കഴിഞ്ഞ വീരാജിപ്പേട്ട, സോറി ഗൈസ്, വീരാജിപ്പേട്ടക്കാണ് ഞങ്ങൾ പോകുന്നത്. വീരാജിപ്പേട്ട പോയിട്ട് വീരാജിപ്പേട്ട എന്നാണ് ചേട്ടന്മാർക്ക് ബസ്. ഫൈനലി ഞങ്ങൾ ക്ലീന്തർ എത്തി, ഞങ്ങളുടെ പഴയ വീടിൻ്റെ അടുത്തെത്തി. ജോസ്മി സാർ എത്തി. അപ്പം ഞങ്ങൾ നേരെ പേട്ടയ്ക്ക് പോവുകയാണ്. അതായത് ഇവിടുന്ന് ഒരു അപ്രോക്സിമേറ്റ് ഒരു 45 കിലോമീറ്റർ ആണ് പേട്ടയ്ക്കുള്ള ദൂരം എന്ന് പറയുന്നത്. ഹാൻഡ് ബ്രേക്ക് ഒക്കെ താത്തി ആ വലിയ മനുഷ്യൻ വാഹനത്തിൽ കയറിയിരിക്കുകയാണ്. ഇനി മൈലേജ് കുറയും കേട്ടോ. എനിക്ക് പറ്റിയ വാഹനം മേടിച്ചതാ. ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന വഴി കേട്ടോ ചേട്ടാ. ഇതേ അതിലേ കയറി പോകുന്നത് ഞങ്ങളുടെ പഴയ വീട്ടിലേക്ക് വന്ന വഴിയാണ് നിങ്ങൾ കണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. ഇതാണ് ഞങ്ങൾ പഠിച്ച കേട്ടോ. ഇതുണ്ടോ, ഇതാണ് ഞങ്ങൾ പഠിച്ച സ്കൂൾ. ഇതല്ലായിരുന്നു, ഇതിലും വലിയ സ്കൂളായിരുന്നു. പൊളിച്ചു കളഞ്ഞവര്. ആ അതെ പോയ ബേക്കി ഇരുന്നിട്ട് ഞങ്ങളുടെ കിണുത്തുവാ. ഇതാട്ടോ, ഇതാ +2 ഒക്കെ പഠിച്ചത്. ഇവിടെ വേറെ വലിയ സ്കൂൾ ഉണ്ടായിരുന്നു, പൊളിച്ചിപ്പം പുതിയത് വന്നു. ഞങ്ങൾ പഠിക്കും വലിയ സ്കൂൾ ഇല്ലായിരുന്നു. അപ്പൊ നേരെ ഞങ്ങൾ പേട്ട ലക്ഷ്യമാക്കി പോവാണ്. മിസ്റ്റർ ലിബിന് 7ാം റോ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ അവിടെ ഉണ്ട്. ഓ, ഇത് കേൾക്കുമ്പോ നടുക്കിരിക്കുന്ന മനുഷ്യന്റെ ആ ഒരു ഇത് നോക്കിയേ, ഒരു ഫീലിങ്, ഒരു സന്തോഷം പുള്ളിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. നേരെ ഇനിയിപ്പോ ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ ഉണ്ട്. എറണാകുളത്തേക്ക് പോകാൻ വേണ്ടി യൂഫ് ഇവിടെ റെഡിയായി നിൽക്കും കേട്ടോ. റെഡിയാണോ? കണ്ടിട്ട് റെഡിയാന്ന് തോന്നുന്നു. എന്നടാ ഗൈസ് നോക്കൂ, എന്തായാലും നല്ല മഴ, നല്ല കാറ്റ്, പിന്നെ ഇതുണ്ട് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കോട മഞ്ഞ്. ഇതുണ്ടോ കോട, ഇങ്ങനെയുള്ള ഒരു കാലാവസ്ഥയാണ് നമുക്ക്. ഇനി അങ്ങോട്ടുള്ള ഇച്ചിരി അങ്ങോട്ട് ദുഷ്കരമായിരിക്കും കേട്ടോ, അല്ലേ? നല്ല മഴയാണ്. ഇരിപ്പ് എങ്ങനെയുണ്ട്? വണ്ടി ഓടിക്കാൻ എങ്ങനെയുണ്ട്? നമ്മള് പഴയതിനേക്കാളും മെച്ചം. എങ്ങനെയുണ്ട്? ബുള്ളറ്റ് പോലെയല്ലേ ഇരിക്കുന്നത്? ഇറേസി ഓൺ ആക്കി കൊടുക്കണം കേട്ടോ. കുറച്ചുകൂടെ ഹൈറ്റ് കൂടുതലുണ്ട്. പിന്നെ പൊസിഷൻ അടിപൊളിയാണ്, കൺട്രോളിങ് അടിപൊളിയാണ്. പിന്നെ അതേപോലെ എന്താ പറയാ, എന്തോ ഒരു പ്രത്യേക ഫീലിംഗ് അല്ലേ? വലിയ വണ്ടി ഓടിക്കുന്ന ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല അല്ലേ? അറിയുന്നില്ല വലിയ, പക്ഷെ വീശുന്നില്ല വണ്ടി ഒട്ടും കേട്ടോ, അല്ലേ? മറ്റേ വണ്ടിനേക്കാളും വീശിന് കുറവുണ്ട്. ഗൈസ് നോക്കൂ, അതായത് ഒരു പ്രത്യേക ഫീലിംഗ്, ഒരു പ്രത്യേക ഇരിപ്പൊക്കെയാണ്. ഞാനിപ്പോഴത്തെ കോ ഡ്രൈവർ സീറ്റിലായിരിക്കുന്നത്. ഇതിന് മറ്റേ വലിച്ചു വെക്കുന്ന പരിപാടിയില്ല കേട്ടോ. ഇവിടെ കോ ഡ്രൈവർ സീറ്റിന് മാത്രം എന്തില്ല, അതായത് നമുക്ക് മറ്റേ ഇങ്ങനെ സീറ്റ് പൊക്കാവുന്ന ഓപ്ഷൻ ഇല്ല. ബാക്കി എല്ലാ ഓപ്ഷനും കോ ഡ്രൈവർ സീറ്റിലും ഉണ്ട് കേട്ടോ. ഈ വണ്ടിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 7 പേരാണ്. ആ 7 പേരെ വെച്ച് നമ്മൾ ഓടിച്ചു നോക്കണം. നല്ല രസം കേട്ടോ, പ്രത്യേകിച്ച് കോ ഡ്രൈവർ സീറ്റിൽ ഇരിക്കാൻ പ്രത്യേക ഫീലിംഗ് ആണ്. ഇതേ അങ്ങനെ കേരള കർണാടക ബോർഡർ എത്താൻ വേണ്ടി പോവാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ, അതായത് അപ്രോക്സിമേറ്റ് ഒരു 200-300 മീറ്ററിനുള്ളിൽ നമ്മൾ കർണാടക എത്തുന്നതാണ്. 50 രൂപ. അയ്യോ, അവിടെ 50 രൂപ കൊടുക്കണ്ടേ? അതില്ല, ഫോറസ്റ്റ് പൈസ കൊടുക്കണ്ട കേട്ടോ. ഇത് നേരെ നമ്മൾ ഇവിടുന്ന് കയറാൻ വേണ്ടി പോകണം. തിരിച്ചു വരാൻ നേരത്തെ ചെക്കിംഗ് ഉണ്ടാവുന്ന ഏകദേശം ഉറപ്പായി. കാരണം ഇവിടെ അറച്ചും പോലീസുകാരുണ്ട്, ചെക്കിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഇവിടെ തൊട്ടടുത്തുള്ളതെന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പങ്ങളുണ്ടാവില്ല. ഇപ്പം നേരത്തെ ഇത്രയൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ഇപ്പോൾ പോസ്റ്റും സാധനങ്ങളും കൂടി, അപ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള ചെക്കിങ് സംഭവമുണ്ട്. കച്ചി ലോറിയൊക്കെ കർണാടകയിൽ നിന്ന് വന്ന് കിടക്കുന്ന നോക്കി. ഇവിടെയൊക്കെ കിടന്ന് ഉറങ്ങിയിട്ട് രാത്രിയിൽ ഈ വാഹനങ്ങൾ പോകത്തുള്ളൂ. നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് ഈ റൂട്ട് അറിയാവുന്നതാണ്. നമ്മളിനി ഒരു കാടിലേക്കാണ് ചെന്ന് കയറുന്നത്. ഇവിടെ നിന്നൊക്കെ വാഹനങ്ങൾ ഒതുക്കാൻ തുടങ്ങി കേട്ടോ. ഇതാ ഒരു കിടിലിന് ഇസൂസു, അത് അവരോട് ഒതുക്കാൻ വേണ്ടിയാണ്. ഏത് വണ്ടിയെടുത്ത് ഈ കാണുന്ന ഒരു കട്ടർ റോട്ടിൽ കൂടെ വന്നു കഴിഞ്ഞാലും പടവട കുടുകൂട അടിയാണ്. സാറിന് കറക്റ്റ് അറിയാവുന്നതാണ്. ഇതിനങ്ങനത്തെ ഒരു ഇതും ഇല്ല കേട്ടോ. ഞങ്ങൾ എല്ലാ വണ്ടി ഇടയ്ക്കിടയ്ക്ക് വണ്ടി പണി കഴിഞ്ഞാൽ ഈ വഴിക്ക് കൊണ്ടുപോകും ഓടിക്കാൻ വേണ്ടി. ഗൈസ്, ഇവിടെ ഇപ്പൊ ഒരു ഫോറസ്റ്റിന് ചെക്കിംഗ് ഉണ്ട് കേട്ടോ. അവിടെ ഒരു 50 രൂപ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് പറയാം ഇവിടം വരെ ഉള്ളെന്ന് പറഞ്ഞു നോക്കാം. ചിലപ്പോ നമ്മളറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷപ്പെടും കേട്ടോ. മഴ ലിബിന എവിടെ ഉണ്ടാ? ഇവിടുന്ന് നമ്മൾ 20 രൂപ ഉള്ളു കേട്ടോ. 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ടോക്കൺ കിട്ടും. ടോക്കൺ അല്ല, ഇത് ഇവരുടെ പിന്നെ ഫോറസ്റ്റ് വികസനം എന്ന് പറഞ്ഞ രീതി സെറ്റപ്പാണ്. ആദ്യം 50 ആയിരുന്നു, അത് പിന്നെ കുറച്ച് 20 ആക്കി, മിഷ്യനാക്കി. ആദ്യം ആരും കൊടുക്കില്ല, ഇപ്പോൾ ആൾക്കാർ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ കണ്ടാന്ന് തോന്നുന്നു വന്നത്, അല്ലെ വരത്തില്ലായിരുന്നു. എന്തായാലും ഇനി ഈ കാണുന്ന ഫോറസ്റ്റിലൂടെ അതിമനോഹരമായ ഈ ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ മഴയത്ത് കൊടും തണുപ്പത്ത് നമ്മൾ അതിമനോഹരമായ യാത്ര കാഴ്ചവെക്കുകയാണ്. പക്ഷെ ഇത്രയും കട്ടർ ഇറങ്ങിയിട്ട് അതിൻ്റെ ഒരു ആക്ഷനും അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ
ഒരു 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 ഇതില്ല കേട്ടോ. ആ ഒരു 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 ഒഴുക്കലിലാണ് വാഹനം സഞ്ചരിക്കുന്ന സുഹൃത്തുക്കളെ. സ്മൂത്ത്, നമ്മൾ ഓടിച്ചതിൽ ഏറ്റവും നല്ല സ്മൂത്ത് അല്ലേ? ഓടിച്ചതിൽ ഏറ്റവും സ്മൂത്ത്. ഇത് വേണോ ഫോർച്യൂണർ വേണോ? ഇത് ഇതാണ് കേട്ടോ. ഇല്ലേ നമ്മളങ്ങനെ കയറ്റം കയറാൻ വേണ്ടി പോവാണ്. ഇനി ഒരു അപ്രോക്സിമേറ്റ് കുറച്ച് കയറാനുണ്ട് കേട്ടോ. ഇതെല്ലാം കയറി വേണം നമുക്ക് ഇനി വിരാജിപ്പേട്ട. ഓ ഇവിടെയൊക്കെ മരം മറിഞ്ഞായിരുന്നു കേട്ടോ. ഓ മരമൊക്കെ മറിഞ്ഞായിരുന്നു ഇന്ന് കൊട്ടിയൂർ സൈഡിലെല്ലാം പമ്പൻ കാറ്റും ഒരുപാട് മരങ്ങൾ വീണു. കുറെ നമ്മുടെ അവിടെ കറണ്ട് ഇല്ലടാ ലിപിയ. നമ്മുടെ അവിടെ ഒന്നും കറണ്ട് ഇല്ല കേട്ടോ. ബസ് സ്റ്റേഷനിലെത്തി. ബസ് എത്ര മണിക്കാന്നുള്ളത് പോയി ചോദിക്കട്ടെ കേട്ടോ. കാനിയേക്കാണ് പോകേണ്ടത്. അതും പോകുന്നതാണ്, പക്ഷെ അത് താമസിച്ചെത്തുള്ളൂ, നേരത്തെ എത്തും കേട്ടോ. അത് കുറച്ചുകൂടി സ്റ്റാൻഡിൽ കൂടുതൽ കയറും. നോക്കൂ, അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. അങ്ങനെ നമ്മുടെ വന്ന ചേട്ടന്മാരെ ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ ഞങ്ങൾ അങ്ങനെ ബാംഗ്ലൂരിന് കയറ്റി വിട്ടിരിക്കുകയാണ്. അല്ലേ, മൾട്ടി ആക്സിൽ സ്കാനിയെ കയറ്റി വിട്ടു. മൈക്കിൾ ബേബിയും അമ്മയും അപ്പനും അഭിരാമിയും നമ്മുടെ വണ്ടിയുടെ തൊട്ടടുത്തുണ്ട്. ഇത് കാട്ടി തരുന്നു. വണ്ടി കാട്ടി കൊടുക്കും ഞങ്ങളുടെ വണ്ടി. ഗൈസ് നോക്കൂ. ഓ വണ്ടി എടുത്തതിന്റെ കൈകൊട്ട്. വണ്ടി എടുത്തതിന്റെ ആൾക്ക് സന്തോഷമായി. ആളതിന്റെ കൈകൊട്ടാണ്. ഗൈസ് നോക്കൂ. ഓ എന്റെ അമ്മ സന്തോഷം നോക്കി. അതായത് കഴിഞ്ഞ ഏതാനും മണിക്കൂറായിട്ട് മഴ ഇങ്ങനെ നിന്ന് പെയ്യുവാണ്. നിൽക്കാത്ത മഴ അവനെ ആകെ കിട്ടുന്ന വെച്ചാൽ 2-3 മിനിറ്റ്. ഇപ്പൊ എന്റെ തൊണ്ട പറ്റിയില്ല. അതേപോലെയുള്ള പറ്റിലാണ് ഇവിടെ വെള്ളത്തിന് കുറവുള്ളൂ. ഗൈസ് നോക്കൂ. അതായത് നല്ല രീതിയിലുള്ള ചാറ്റൽ മഴയാട്ടോ. കഷ്ടകാലത്ത് ഞങ്ങളുടെ ഇൻവേർട്ടർ അടിച്ചു പോയി. അപ്പൊ ഇനിയിപ്പം എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ഇതിന്റെ അതിന് പിന്നെ ജനറേറ്റർ അടിച്ചെടുക്കാന്നുള്ള വേറെ മാർഗ്ഗമൊന്നുമില്ല. സംശയമാണ്. ഗൈസ് നോക്കൂ. ഇനി വണ്ടീനെ കുറിച്ച് ഓരോരുത്തരോട് നമുക്ക് അഭിപ്രായം ചോദിക്കാം. അഭിരാമി ഇതിൽ യാത്ര ചെയ്തു, പപ്പ യാത്ര ചെയ്തു, മമ്മി കുറച്ചു ദൂരം യാത്ര ചെയ്തു. നമ്മൾ പിന്നെ ഞാൻ കുറേ ദൂരം യാത്ര ചെയ്തു. ഫ്രണ്ടിലിരുന്നു, ബേക്കിലിരുന്നു, നടുക്കിരുന്നു, ഫ്രണ്ടിലിരുന്നു, എല്ലാ രീതിയിലും ഇരുന്നു. നല്ല രീതിയിലുള്ള മഴയാട്ടോ. മഴ നിൽക്കുന്നില്ല. ഇത് പെർഫെക്റ്റ് ആണ്. പിന്നെ ഷോക്കൊക്കെ ഒരു കുഴപ്പമില്ലാത്ത കാരണം കുലുക്കത്തിനൊക്കെ കുറവുണ്ട്. കുഴപ്പമില്ല, ഞാൻ യാത്ര ചെയ്തിട്ട് എനിക്ക് ഛർദിക്കാത്തൊരു വണ്ടി ഇതാണ്. കുഴപ്പമില്ല അല്ലേ? ഗൈസ് നോക്കൂ. മമ്മിക്കോ? നല്ല വണ്ടിയാണ്. എനിക്ക് വണ്ടിയെ പറ്റി ഒന്നും അറിയത്തില്ല, എന്നാലും ഞാൻ പറയാണ് നല്ല വണ്ടിയാണ്. ഗൈസ് നോക്കൂ. എല്ലാവർക്കും നമ്മുടെ വണ്ടി ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മൈക്കിളിനാണ്. പപ്പ യാത്രയായിട്ട് പപ്പയ്ക്ക് എന്നാ തോന്നിയ? എനിക്ക് നല്ല ഒരുവിധപ്പെട്ട വണ്ടികളൊക്കെ കയറി എനിക്ക് ഭയങ്കര എടുത്തിട്ട് അടിക്കുന്ന പോലെ തോന്നുന്നു. പക്ഷെ ഇത് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ യാത്ര ചെയ്തിട്ട് ഒരു കുതിര പുറത്തിരുന്ന് പൊക്കത്തിലിരുന്ന് വണ്ടിക്ക് ഫീലിംഗ് വരല്ല, കുതിരയുടെ ഫീലിംഗ്. കൊച്ചി കിടന്ന് കാണിക്കുന്നത്. അതെ, അഭിരാമി പറഞ്ഞ പോലെ ഒരു കാര്യമുണ്ട്. ഈ വണ്ടിയിനകത്ത് ഞാനൊരു ഇപ്പൊ ഒരു 100-150 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പൊ അഭിരാമി പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടീനകത്ത് നമുക്ക് ഏറ്റവും നല്ലത് അതൊരു കുതിരപ്പുറത്ത് ഇരുന്ന പോലെ. അതായത് നമ്മള് വണ്ടിയുടെ സീറ്റ് ഇരിക്കുമ്പോൾ രാജാവിൽ ഇരിക്കുന്ന പോലെ. അതായത് കാര്യം ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് കാണാൻ വേണ്ടി നല്ല പൊക്കത്തിൽ ഓടിക്കാൻ വേണ്ടി. ഇതിന്റെ മുന്നേ ഞാൻ ഇത് കണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാവലറിലാണ്. ഇതിന്റെ ഇതേ സെറ്റപ്പാണ് ട്രാവലിലും. അതും നമ്മൾ ഇരിക്കാൻ നേരത്ത് കുതിരപ്പുറത്ത് ഇരിക്കുന്ന പോലെയാ. അതായത് നമുക്ക് താഴെ ഇരിക്കുന്ന എല്ലാ സംഭവങ്ങളും കാണാം. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എനിക്ക് ഈ വണ്ടിയുടെ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടില്ലേ? നല്ലൊരു കളറാണ്, നല്ലൊരു കളറാണ്. ഞാൻ വിചാരിച്ചു പപ്പേനെ ഞങ്ങൾ കിളീന്ദ്ര കൂട്ടാൻ വേണ്ടി പോയാ. പപ്പ കോപ്പിന്റെ അകത്ത് മണമോ അതാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഛർദ്ദിച്ച് പണിയാവുന്ന. പക്ഷെ പപ്പ ഛർദ്ദിച്ചില്ല. ഇരിപ്പ് നല്ല സുഖമല്ലേ പപ്പയ്ക്ക്? ഇഷ്ടപ്പെട്ടു ഇരിപ്പ്? നല്ല ബാക്ക് സീറ്റ് നല്ല പൊങ്ങിയിരിക്കുന്നത്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള സീറ്റ് ആയതുകൊണ്ട്. ഈ അമ്മ എന്ത് കള്ളോ പറയുന്ന കർത്താവേന്ന്. തല കൈ വെച്ചു. മൈക്കിൾ ബേബി ഉണ്ടല്ലോ, അംഗം കേസട്ടെ. മൈക്കിൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആദ്യം തന്നെ കേറിയപ്പം തന്നെ അവൻ പിന്നെ ചെയ്യാൻ പറ്റിയ മൂത്രം ഒഴിച്ചു വെച്ച് വണ്ടിയല്ലേ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണ്ടേ ഇവനെ. അതായത് ഈ വണ്ടിയുടെ പ്രത്യേകത ഞാൻ നോക്കിയിട്ട് മൈലേജ് ആണ്. അതായത് മര്യാദയ്ക്ക് നമ്മൾ ഓടിക്കുവാണേലും ഒരു 40-60 ഇടയ്ക്ക് ഓടുവാണേലും ഒരു 16 തൊട്ട് 18 ഇടയിൽ വരെ നമുക്ക് മൈലേജ് കിട്ടാനുള്ള ചാൻസ്. 2000 എണ്ണ അടിച്ച് എന്തോ ഓടിയിടാം സാധാരണ നമ്മള്. എനിക്ക് പറയാനുള്ളത് എബി നല്ലപോലെ വണ്ടി ഓടിക്കാൻ പഠിച്ചു. കട്ടറൊക്കെ പിന്നെ അത് തന്നെയല്ല, ഇപ്പൊ നല്ലൊരു ഒതുക്കം കിട്ടിയിട്ടുണ്ട്. അത് തന്നെയല്ല, ഈ വണ്ടിക്കാവും നല്ല
നല്ല സ്മൂത്ത് ആണ്. അതാണ് ഏറ്റവും നല്ല ഇരിക്കാൻ നല്ല ഇതാണ്. നല്ല വൃത്തിയാണ് വണ്ടിക്ക്. ഇത്ര നാൾ ഞങ്ങൾ മേടിച്ച വണ്ടിക്ക് വൃത്തിയില്ലായിരുന്നു. അങ്ങനല്ല, നമ്മളെ മറ്റേ വണ്ടിയേക്കാളും കുറച്ചും കൂടെ വൃത്തിയുണ്ട്. അകമൊക്കെ നല്ല ഇതാണ്. പപ്പയ്ക്ക് ഇരുന്നിട്ട് എങ്ങനെയുണ്ട്? ഇരുന്നിട്ട് നല്ല ഗസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 3,30,000 രൂപ. ഇല്ല 3 ലക്ഷം. എന്നാ കുഴപ്പമാണ്. ലക്കി പപ്പയ്ക്ക് ബേക്ക് ഇരുന്നിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മമ്മിക്ക് ഇരുന്നിട്ട് ഇഷ്ടപ്പെട്ടോ? അമ്മ നമുക്ക് 7 പേർക്ക് ഇരിക്കാൻ പറ്റും നല്ല കംഫർട്ട് ആയിട്ട്. വന്നു ആ വണ്ടി ഇടിച്ചാലെ കാലിന്റെ വേദന പോയില്ല. അമ്മയ്ക്ക് കാലുവേദന ഉണ്ടെന്ന് കേട്ടോ പറഞ്ഞത്. പപ്പയ്ക്കോ? എനിക്ക് വേദന കുറഞ്ഞു വരുന്നുണ്ട്. വലിയ കുഴപ്പമില്ല. ഞാനും മൈക്കിളും മാത്രം. ഗൈസ് ഈ വണ്ടി ഉണ്ടല്ലോ മെയിൻ ആയിട്ട് എസ്പെഷ്യലി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ 2 എയർ ബാഗ് ഉള്ള വണ്ടി മേടിക്കണമെന്ന്. അപ്രകാരം നമ്മള് എയർ ബാഗ് ഉള്ള സഫാരി തന്നെ എടുത്ത് കേട്ട് ഞങ്ങൾ എയർ ബാഗ് ഉള്ള വണ്ടി മേടിച്ചിരിക്കുകയാണ്. 2 എയർ ബാഗ് 2 എയർ ബാഗ് അതുപോലെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബേക്കിലുള്ളവർക്ക് എനിക്ക് ഇതിന്റെ പറ്റാത്തതും ഇതിന്റെ എനിക്ക് ഇഷ്ടപ്പെടാത്തതുമായ കാര്യം ഒന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ലൈറ്റിന് വലിയ അതായത് എബിൻ പറഞ്ഞ പോലെ ഇതിന് ലൈറ്റിന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാ പറയണേ? ഞാൻ പറഞ്ഞോ. ഞാൻ പറഞ്ഞത് കേട്ടില്ല തോന്നുന്നു. ഞാൻ പറയാം. ഓടിക്കുന്ന ഡ്രൈവറിന്റെ ഗുണം പോലെ ഇരിക്കും മൈലേജ്. ഈ വണ്ടിക്ക് ഒറ്റ പ്രശ്നമുള്ള ഹെഡ്ലാമ്പിന് ലെങ്ത് കൂടുതൽ കിട്ടുന്നില്ല. ഹെഡ്ലാമ്പ് ഒന്ന് ലെങ്ത് അയ്യോ വണ്ടിക്ക് എടുപ്പ് ഒന്നും കൂടെ വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഡിസൈൻ അതാ കമ്പനി വരുന്ന. അതായത് ഇപ്പൊ ഏതാണെന്ന് വെച്ചാൽ ഇത് കമ്പനി എക്സ്പ്ലോർഡ് എഡിഷൻ വരുന്നതാണ്. അപ്പൊ 2013-2014 എഡിഷനിൽ ഈ സാധനം ഉണ്ട്. അതായത് കമ്പനി തരുന്നതിന് നമുക്ക് യാതൊരു കുഴപ്പമില്ല. നമുക്ക് വണ്ടിയിൽ അത് സൂക്ഷിക്കാം. കമ്പനി തരുന്ന സാധനമല്ല. ഇപ്പൊ നമ്മള് മറ്റേ പേരിനെ റേഞ്ചർ റോവറിന്റെ പ്രിയോക്കോ അതിന്റെ പേരിനെ നമ്മൾ പുറത്തോട്ട് അവർ മറ്റേ ഈ സാധനമൊക്കെ തള്ളി ഡിഫൻഡറിനൊക്കെ ഫ്രണ്ടിലേക്ക് കിറ്റ് ഒക്കെ അത് കമ്പനി അപ്പൊ നമ്മൾ വെച്ചാൽ അത് പ്രശ്നമാണ്. പക്ഷെ എന്ന് വെച്ചാൽ കമ്പനി ഫിറ്റ് ചെയ്ത് തന്നെ അത് ഏറെ വരുന്നതാണ് കുഴപ്പമില്ല. അടുത്തൊരു കേസ് ഇതിന്റെ വേറൊരു കാര്യമല്ല. ഇനി നമുക്ക് ചെയ്യേണ്ട എന്നാന്ന് വെച്ചാൽ എനിക്കൊരു പേഴ്സണൽ ഒരു മിനിറ്റ് സമയം തരും. അങ്ങനെ പോവാൻ പറ്റും എന്നുള്ളത്. അതായത് ഇത് നമുക്ക് ഇതിന്റെ ഏറ്റവും കൂടുതൽ 2019 വരുന്നതിന് ഗില്ല് വ്യത്യാസമാണ്. ഇതിന്റെ വെച്ചാൽ ഗില്ലൊരു പഴയ മോഡലാണ്. അപ്പൊ നമുക്ക് 2019 ആ ഗ്രില്ല് വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ട്. ഇച്ചിരി കൂടെ വണ്ടി ഇച്ചിരി ക്യൂട്ടായിരിക്കും, കാണാൻ രസമായിരിക്കും. രജിസ്ട്രേഷനെ കുറച്ച് പരിപാടി കാര്യം ചെയ്യാനുണ്ട്. അത് ചെയ്ത് തീർക്കണം. അതിനാ മമ്മിക്ക് ബസ്സിൽ പോകുന്ന ഒട്ടും താല്പര്യമില്ല കേട്ടോ. മമ്മിക്ക് ഇതിന്റെ അകത്ത് പോകുന്നതിലാണ് യാത്രയൊക്കെ ഇഷ്ടം. പിന്നെ ഇതിന്റെ ഇരിപ്പ് ഇവര് പറഞ്ഞ പോലെ ഭയങ്കര രസമാണ്. പിന്നെ അത്യാവശ്യം ഡിക്കി സ്പേസ് ഉണ്ട്, ബേക്കിലിരിക്കാം. പിന്നെ അങ്ങനെ ഇതേ മോണോക്കോക്ക് സാക്ഷി അല്ല ഇത് മോണോക്കോക്ക് ബോഡി ആയതുകൊണ്ട് വലിയ രീതിയിലുള്ള ഉലച്ചിലൊന്നും ഉണ്ടാവില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഏറ്റവും എന്റെ അത്രയും പൊക്കവും തടിയുള്ളവർക്ക് സിമ്പിൾ ആയിട്ട് ബേക്കിരിക്കാം. അല്ലെ എന്നെക്കാൾ ഇച്ചിരി കൂടെ പൊക്കവും സിമ്പിൾ ആയിട്ട് ഇരുന്ന് വിളിച്ചോ. അതല്ലേ ബേക്കിലെ പറയാം 7 അടി ഗൈസ്. പിന്നെ ഇതിനൊരു സംഭവം ഉണ്ട്. ഇതിന്റെ ഈ ഒരു ഇത് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഇവിടെയാണ് ഇതിന്റെ ടാങ്ക്. ഇവിടെ എവിടെയെങ്ങാനും ഉണ്ട് കേട്ടോ ആ സംഭവം. പക്ഷെ അത് ഇവിടെ എവിടെയെങ്ങാനും ആണല്ലോ. ഇതാന്ന് തോന്നുന്നു. ഇതല്ലല്ലോ. ഇവിടെ എവിടെയെങ്ങാനും എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട്. അത് മുഖേനയാണ് ഇതിന്റെ എന്തോ ഒരു സാധനം. അത് മൈക്കിൾ കണ്ടുപോയി. ഇനി പാളി കേട്ടോ. മൈക്കിൾ കയറിയിരുന്നു കേട്ടോ. ഇത് ശരിക്കും ബേബി സീറ്റാ. ബേബി സീറ്റ് ഇതുണ്ട് ഇവിടെയൊക്കെ. പിന്നെ ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെയുള്ള സെറ്റപ്പും ഉണ്ട്. മൈക്കിളിന്റെ സീറ്റാ. ഒരു ദിവസം റാംബോനെ ഇതൊക്കെ ലെവലാക്കി. ഗൈസ് അപ്പം ഈ വാഹനത്തില് ഞങ്ങൾ അടുത്ത ദിവസം ഒരു യാത്ര പോകുന്നതാണ്. ഒരു വലിയൊരു ലോങ് ജേർണി. ഗൈസ് നോക്കൂ. അപ്പം ഒരു കിടിലം വീഡിയോ വരുന്നതായിരിക്കും. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതിരിക്കും. ഗുഡ് ബൈ. അതാണ് ഓ മൈക്കിള് അതാണ് ഒരു സൂത്രം കാണാം. അതാണ് അതല്ല ഒരു സൂത്രം കാണാം. അമ്മ ഗൈസ് നോക്കൂ, അടുത്ത ദിവസമാണ്. ഇവരൊക്കെ ഡ്രസ്സ് മാറിയിരിക്കുമ്പോൾ കാണാം. അതായത് ഈ വീഡിയോ തന്നെ നേരത്തെ ഇവർ പറഞ്ഞ പോലെ അങ്ങനെ ബാംഗ്ലൂർ പോയി ഇവർ ഔഡി Q7 കൊണ്ട് വന്നിരിക്കുകയാണ്. ഇതേ ഈ കാണുന്നതാണ് വണ്ടി. എത്ര മോഡലായിട്ടേ? 2014 Q7. ഏതാ മോഡല്? പ്രീമിയം പ്ലസ് വണ്ടിയാണ്. ഈ കാണുന്ന വാഹനം 9 ലക്ഷം രൂപയ്ക്കാണ് ഇവർ അവിടുന്ന് വാങ്ങിച്ചത്.
ഇവിടെ ട്രാൻസ്പോർട്ടിങ് സംഭവം എല്ലാം കഴിഞ്ഞ് ഇവിടെ ബാംഗ്ലൂരാണ് എത്തി. അവിടെ നിന്നാണ് ഓടിച്ചോണ്ട് ശരിക്കും ഇവർക്ക് ബാംഗ്ലൂർ നേരെ എറണാകുളത്തിന് പോയി അല്ലേ? അതല്ല എടോ, നിങ്ങൾ നേരെ ബാംഗ്ലൂരിൽ നിന്ന് അങ്ങനെ പോകണ്ടേന് ഇങ്ങനെ വന്നല്ലേ? നോക്കൂ, വേറൊരു വാഹനം കൂടെ അപ്പുറം കിടപ്പുണ്ട്. അപ്പം ഇതാണ് സാധനം, ഔഡി Q7. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ സാധനം ഓടിക്കാൻ വേണ്ടി പോവാണ്. പ്രീമിയം കാറിൽ ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ ഇന്ന് ഡിഫൻഡർ ഉപയോഗിച്ച പോലെയായിരുന്നു അന്ന് സെലിബ്രിറ്റികൾ Q7 ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എയർ സസ്പെൻഷനൊക്കെ ഉള്ള 7 പേർക്ക് ഇരിക്കാവുന്ന പനോരമിക് സൺറൂഫ് ഉള്ള ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ, ലിബിൻ എബിൻ എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ വണ്ടിയാണ്. ഗൈസ് നോക്കൂ, ആ ഒരു വാഹനമാണ് ഈ കാണുന്നത്. കിടിലൻ സാധനം എന്ന് വെച്ചാൽ കിടിലൻ സാധനം. ഇതേപോലത്തെ വാഹനങ്ങളൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇവരെ കോണ്ടാക്ട് ചെയ്തത്. പ്രീമിയം കാറുകൾ 20 ലക്ഷം രൂപ വരെ 2014 വില വരുന്നുണ്ട് ഇവിടെയുള്ള വണ്ടി. പിന്നെ റീരജിസ്ട്രേഷൻ ആയതും അത്രയും തന്നെ വില വരുന്നുണ്ട്. 14-16 ലക്ഷം രൂപ വരെ റീരജിസ്ട്രേഷൻ ആയത്. ഓടിച്ചിട്ട് വരാം, കൊതിയാവുന്നു ഗൈസ്. ഞങ്ങളൊന്ന് ഓടിക്കാൻ പോകട്ടോ Q7. ഓഫ് നോക്കിയേ, ഫുൾ ഇലക്ട്രിക്കൽ കൺട്രോൾ, ലെതർ സീറ്റ്, ഫുൾ സെറ്റപ്പ്, മോഡേൺ രീതിയിലുള്ള ഡെക്കി തുറക്കാനുള്ള അങ്ങനെ സെറ്റപ്പ് അല്ലേ? ഇപ്പോഴല്ല, പിന്നെ ഇപ്പൊ നമുക്ക് അതിനുള്ള സാമ്പത്തിക ഇവിടെയാണോ കീ ഇടുന്നത്? അതിനാ ഇതിന്റെ ഇവിടെയാണ്. ബാ കേറ് മനു നിങ്ങൾ മറച്ചു നിൽക്കാതെ വരൂ. ഗൈസ് നോക്കൂ, ആൻഡ്രോക്കൊക്കെ എനിക്കറിയാം, ഞാൻ ബെൻസ് ഓടിച്ചിട്ടുള്ള. എവിടെയല്ലേ വലിക്കുന്നത് ഇതേ? ഗൈസ് നോക്കൂ, അതൊക്കെ എനിക്കറിയാം കേട്ടോ. ഇതേ സാധനം ഇട്ടു. ഇങ്ങനെ ഫൈനലി Q7 ഉള്ളിൽ ചെന്നിരിക്കുകയാണ്. വണ്ടിയുടെ കീ ഓണാക്കി. ഇതാണ് ഇതിന്റെ സൺറൂഫിന്റെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ. ഇത് മാത്രം മാറ്റിക്കേട്ടാ. ബ്രേക്ക് ഔട്ടി, വണ്ടി ഓണാക്കിയോ? എന്റെ അമ്മോ, അപ്പനെ ഒന്ന് ഒളിഞ്ഞു നോക്കുന്നു. അപ്പാ ഇതെങ്ങനെയുണ്ട്? ഇതെങ്ങനെയുണ്ട്? പനോരമിക് സൺറൂഫ് അങ്ങ് ബാക്കിലും ഉണ്ട്. എന്റെ അമ്മ, 7ാമത്തെ സീറ്റ് വരെ സൺറൂഫ് ആട്ടോ. ഏതാ? എന്റെ അമ്മ, ലക്ഷറിയുടെ അങ്ങേയറ്റം കേട്ടോ. ഇതാണ് ഇതിന്റെ സംവിധാനങ്ങള്. ഇത് ഡുവൽ ടോൺ AC അങ്ങനെയുള്ള സംവിധാനങ്ങളാണ്. ഇതാണ് ഇതിന്റെ പാർക്കിംഗ്, ക്രൂയിസ് കൺട്രോള്, അതുപോലെ സംഭവം. ഇതിന് ഓട്ടോ പാർക്കിംഗ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇത് ഓപ്പൺ ആക്കുന്ന സ്വിച്ച് ആണ്. അതോ? അത് ഓട്ടോമാറ്റിക്കാ? ഇത് എയർ ബാഗിന്റെ ഒരു ഏറും കളിയായിരിക്കും അതല്ലേ ചേട്ടാ? ഗൈസ് നോക്കൂ, ഞാൻ നേരെ ചേട്ടന് ക്യാമറ കൊടുത്തു. ഞാൻ ഈ സാധനം ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം നിങ്ങളെ. എല്ലാവർക്കും ഓടിക്കാൻ അറിയായിരിക്കും, എങ്കിലും ഞാനൊന്ന് ഓടിച്ച് കാണിച്ചു തരാം. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. റിവേഴ്സ് ഇട്ടു, ഹാൻഡ് ബ്രേക്കിൽ നിന്ന് വലിച്ചു, നേരെ റിവേഴ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. എവിടെയാണ് AC? എന്റെ അമ്മ, ഇത് എന്തൊരു ഭീകരതയാ. ഗൈസ്, ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ഇത് തന്നെ. ഇനി എന്താ പോടാ? ഈ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണ്, 100%. ഇത് ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണ്. അത് ഫ്രണ്ടിൽ കുഴിയാണ്, എടുക്കാൻ പറ്റുമോ? ഗൈസ്, നേരെ നമ്മൾ Q7 കയറിയിരിക്കുകയാണ്. ഈ ജർമ്മൻ വാഹനങ്ങളിലൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇവിടെ ആയിരിക്കും തിരിക്കുന്നതൊക്കെ. നിങ്ങളൊരു അസാമാന്യ ക്യാമറമാനാണല്ലോ. എവിടെയോ പരിപാടിക്ക് പോയോലെ. ഇത് ഇവിടെ സ്ക്രീനൊക്കെ ഉണ്ട് കേട്ടോ. വെടിച്ചില് വണ്ടി. ഇതൊന്ന് സെറ്റപ്പ് ചെയ്തെടുക്കേണ്ട താമസം മാത്രം. ഇതൊക്കെ ഇലക്ട്രിക്കലാണ്. ഇതിന്റെ കൺട്രോളുകളും സാധനങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ. എന്റെ അമ്മേ, ഒന്നും അറിയുന്നില്ല. ഇതാണോ എയർമാറ്റിക് സസ്പെൻഷന്റെ പ്രത്യേകത? ഗൈസ്, ഈ കാണുന്നതാണ് എയർമാറ്റിക് സസ്പെൻഷന്റെ പ്രത്യേകത. ഇതൊരു രക്ഷയില്ലാത്ത വാഹനം എന്ന് പറഞ്ഞാൽ യാത്ര സുഖം ഇരിക്കാനും. ഇത് എന്നെ മൈലേജ് കിട്ടും മനുഷ്യ? ആവറേജ് ഒരു 12. അത്രയും കിട്ടുമോ? 10-12 ഇടയിൽ. ഗൈസ് നോക്കൂ, ഇത് പിന്നെ ഡൽഹിയിലെ 4.5 ലക്ഷം രൂപ ഈ വണ്ടി കിട്ടാണ്ട് കേട്ടോ. 4.5 മുതല് മോഡല് കുറഞ്ഞ് 4.5 മുതൽ അങ്ങ് പിന്നെ ക്വാളിറ്റി അനുസരിച്ച് കിട്ടും. ബുള്ളറ്റ് കയറി പോകുന്ന പോലെ പോവാണ്. നമ്മുടെ ഈ റോഡിന് ഇത്രയും കാല് കൊടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഇല്ലടാ ലെവിനെ. ഇല്ലല്ലേ? ഗൈസ് നോക്കൂ, ഇത് കാല് കൊടുത്താൽ 100-110 കയറും കേട്ടോ. ഇതെന്നാ വണ്ടിയാ കേട്ടാ? മനു ഇത്ര നേരം സ്വർഗത്തിലായിരുന്നു മനു. ഗൈസ്, ഇത് വെടിച്ചില്ല വണ്ടി കേട്ടോ. 1:30 ആയപ്പോ ബാംഗ്ലൂരിൽ നിന്ന് വിട്ടതാ. 1:30യോ? ഇയാൾ എന്നോട് എന്നാ പറഞ്ഞ 9 മണിക്ക് വിടുമെന്ന്. വണ്ടിയുടെ വീൽ അഴിക്കണമെങ്കിലുണ്ടല്ലോ, ഇതിന്റെ സെറ്റിങ്സ് കയറിയിട്ട് റോൾസ് റോയ്സിനൊക്കെ ഉള്ള പോലെ അല്ലേ, ഇതിന്റെ വീൽ അഴിക്കണം എന്നുള്ള സംഭവങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ഈ വണ്ടിയുടെ വീൽ അഴിയുകയുള്ളൂ എന്നുള്ളത് നിങ്ങൾ. ജാക്ക് മോഡ് അല്ലേ? ജാക്കിംഗ് മോഡ്.
ഓ എന്നൊക്കെ സെറ്റപ്പാ. ഇവിടെയൊക്കെ തന്നെ എത്ര സ്വിച്ചാന്നറിയോ? ഇവിടെ എത്ര സ്വിച്ചാ. എനിക്കൊക്കെ മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട് കേട്ടോ. വണ്ടി നമ്മൾ ടോ കാശില്ല അതൊരു വണ്ടി മേടിച്ചു തരുമോ ഗൈസ്? ഇതും കാണിച്ചത് എന്നാ ലോവറാണ്. ആ ഞാൻ പുറത്തുനിന്ന് നോക്കട്ടെ. ഇതേ എവിടെ? ആ ഇതേ പൊങ്ങുന്നു. പൊങ്ങി. ഇനി താഴുന്നോ? ഓ ഇതേ പൊങ്ങുന്നു വണ്ടി. ഓ വണ്ടി ഇത്രയും പൊങ്ങും, താഴുകയും ചെയ്യും. ഇങ്ങനെ ഇട്ട് ഓടിക്കാൻ പറ്റുമോ? ഹായ് ഗൈസ് നോക്കിക്കേ, നല്ല കിടിലം സാധനം. ഹായ് മൈലേജ് എത്ര കിട്ടുന്നുണ്ട്? 12. അപ്പൊ വണ്ടി താഴെ 12 അത്ര അങ്ങനെയല്ലേ? 13 അറേഞ്ച് കിട്ടും. ഗൈസ് എങ്ങനെയുണ്ട്?